ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടേഴ്സ് ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ്. നമ്മൾ ഇന്ന് ഡിസംബർ 17 എക്സോസ്റ്റീവ് ഡിസ്കഷനാണ് ചെയ്യുന്നത്. ഐ എം അർജുൻ ആർ ശങ്കർ. നമുക്കിന്ന് വീൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് ഡേ. ഡൽഹി എഡിഷനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. സോ നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പർ അഗെയിൻ ജാക്കിർ ഹുസൈൻ ഇസ് നോ മോർ. നമ്മൾ ഇന്നലെ പറഞ്ഞു വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്. വി ഹാവ് ലോസ്റ്റ് എ ഫൈൻ മ്യൂസിക് മേസ്ട്രോ. അപ്പോൾ ഇന്ന് ഈ പേജ് മാത്രമല്ല, നമ്മുടെ മേജർ ആയിട്ടുള്ള ഒരു നാഷണൽ പേജ് ഉണ്ട്, ഏറ്റവും കൂടുതൽ UPSCയുടെ വാർത്ത വരുന്നത്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫിൽഡ് വിത്ത് ജാക്കിർ ഹുസൈനു വേണ്ടിയുള്ള ട്രിബ്യൂട്ടാണ്. സോ ഐ തോട്ട് ഇന്നത്തെ സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഐ സ്റ്റാർട്ട് വിത്ത് എഡിറ്റോറിയലിലെ മേജർ പോയിന്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐ ഗോ ഹെഡ് വിത്ത് ദ മേജർ പോയിന്റ്സ് ഓൺ എഡിറ്റോറിയൽ. സോ ഒന്ന് പൊളിറ്റിക്കൽ വാർത്ത തന്നെയാണ്. സോ ഇറ്റ്സ് റിഗാർഡിംഗ് ദ പൊളിറ്റിക്കൽ ഇഷ്യൂ. രണ്ട്, ഇറ്റ്സ് അബൌട്ട് ദി ഇഷ്യൂ ഇൻ ഫ്രാൻസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട അവിടുത്തെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫ്രാൻസിന്റെ കാര്യത്തിൽ വി ഷുഡ് ബി അവെയർ അബൌട്ട് അവിടെ ഇലക്ഷന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അവിടെ കുറെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. സോ ഫോർ ദിസ് ടൈം ഫോർ UPSC വി ഷുഡ് ബി നോയിങ് വാട്ട് എക്സാക്ട്ലി ഇസ് എ സ്നാപ്പ് ഇലക്ഷൻ. ഇന്ന് ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് വാർത്തകളുണ്ട്. ഐ മീൻ വളരെ ചെറിയ റെഫറൻസ് ആണ്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ വേണം. വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ ബൈ എ സ്നാപ്പ് ഇലക്ഷൻ? ഇവിടെ ഒരു സ്നാപ്പ് ഇലക്ഷൻ വേണമെന്നുണ്ടോ? സ്നാപ്പ് ലെജിസ്ലേറ്റീവ് ഇലക്ഷൻ ജൂണിൽ വേണം എന്നാണ് പറയുന്നത്. സോ നമുക്കിവിടെ വളരെ ക്ലീൻ ആയിട്ട് അറിയണം വാട്ട് എക്സാക്ട്ലി ഡു യു മീൻ ബൈ എ സ്നാപ്പ് ഇലക്ഷൻ. സ്നാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ് എന്നുള്ളൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. സോ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. സ്നാപ്പ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് കോൾഡ് ഏർലിയർ. ഇലക്ഷൻ ഇന്ന ദിവസത്താണ്, പക്ഷേ ആ ഇലക്ഷൻ വരുന്നതിന് മുന്നേ തന്നെ ഇലക്ഷൻ കോൾ ചെയ്തു. ഇറ്റ്സ് കോൾഡ് ഏർലിയർ. ഇലക്ഷൻ ഏകദേശം ഈ സമയത്താണ് ഇലക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എത്തുമ്പോഴേ ഇലക്ഷൻ വരുള്ളൂ. പക്ഷേ ഇതിന് മുന്നേ ഒരു പോയിന്റിൽ നമ്മൾ വിചാരിക്കുകയാണ് മേ ബി വൈ നോട്ട് ഹാവ് ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ തന്നെ നമുക്ക് ഇലക്ഷൻ നടത്തിയാലോ എന്നില്ലേ. സോ യു കോൾ ദി ഇലക്ഷൻ പ്രീവിയസ്ലി, യു കോൾ ദി ഇലക്ഷൻ ഏർലിയർ. അതായത് ഒരു ഗവൺമെന്റിന്റെ ടേം അവസാനിക്കുന്നതിന് മുന്നേ, ബിഫോർ ദ ഷെഡ്യൂൾഡ് എൻഡ്, ഒരു ഷെഡ്യൂൾഡ് എൻഡ് ഓഫ് എ ഗവൺമെന്റ് ടേം, ഒരു ഗവൺമെന്റിന്റെ ഷെഡ്യൂൾഡ് എൻഡിന് മുന്നേ തന്നെ നമ്മൾ ഇലക്ഷൻ കോൾ ഫോർ ചെയ്താലാണ് ഇത് സംഭവിക്കുക. പല രാജ്യങ്ങളിലും ഇതിനെക്കുറിച്ചിട്ട് റെഫറൻസുകളുണ്ട്. ഇപ്പോൾ ഓൾറെഡി ബോറിസ് ജോൺസൺ ഇതേപോലെ ഒരു സ്നാപ്പ് ഇലക്ഷൻ നടത്തിയിരുന്നു. ഇപ്പോൾ ഇമാനുവൽ മാക്രോണും സ്നാപ്പ് ഇലക്ഷൻ, ബോറിസ് ജോൺസൺ നടത്തിയിരുന്നു. അതേപോലെ കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ നടത്തിയിരുന്നു സ്നാപ്പ് ഇലക്ഷൻ. ഇനിയിപ്പോൾ ഇവിടെ ഫ്രാൻസിൽ വരുമ്പോൾ എന്താണ് ഈ സ്നാപ്പ് ഇലക്ഷൻ? ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യയിൽ നമുക്ക് സ്നാപ്പ് ഇലക്ഷന്റെ കോൺസെപ്റ്റ് ഉണ്ടോ എന്നാണ്. സോ നമുക്ക് ഇതേപോലത്തെ എക്സാക്ട്ലി ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മുടെ പാർലമെന്റ് ആണെങ്കിലും ഇതാണെങ്കിലും when the parliament gets dissolution, നമുക്ക് ടേമിന് മുന്നേ വേണമെങ്കിൽ ഡിസല്യൂട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഡിസോൾവ്. ഇതിന് മുന്നേ നിർത്താൻ പറ്റും പാർലമെന്റിന് വേണമെങ്കിൽ. അത് വേണമെങ്കിൽ ഇലക്ഷൻ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പാർലമെന്റിന് ഡിസല്യൂഷൻ അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാൽ അത് ഏകദേശം സ്നാപ്പ് ഇലക്ഷൻ പോലെ തന്നെയാണ്. സോ മനസ്സിലാക്കുക, യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം ഇങ്ങനത്തെ ഇലക്ഷൻ പലപ്പോഴും വരുന്നുണ്ട്. സോ പലപ്പോഴും ഇത് കാണുമ്പോൾ എപ്പോഴും ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇറ്റ്സ് കോൾഡ് ബിഫോർ ദാറ്റ്. ഇലക്ഷന് ഡ്യൂ നിൽക്കുന്നതിന് മുന്നേ നിർത്തുക എന്നുള്ളതാണ് സ്നാപ്പ് ഇലക്ഷന്റെ പ്രധാനപ്പെട്ട വാർത്ത. സോ ഹാവ് എ ക്ലാരിറ്റി ഓൺ ദാറ്റ്. ഇനി അടുത്തത് ഇന്ത്യൻ റെയിൽവേയുടെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ്. സോ ഇന്ത്യൻ റെയിൽവേയിൽ ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്ന 2-3 കാര്യങ്ങൾ. ദ കോസ്റ്റ് ഓഫ് ഗ്രീൻ വാഷിംഗ് ദ ഇന്ത്യൻ റെയിൽവേ. അപ്പോൾ എന്താണ് ഈ ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്? ഒരു തരത്തിൽ ഗ്രീൻ വാഷിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു കമ്പനിയാണ് എക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി. നമ്മൾ കുറേ പൈസ സ്പെൻഡ് ചെയ്യാണ് ഗ്രീൻ, അതായത് എൻവയോൺമെന്റൽ ഫ്രണ്ട്ലി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയൊക്കെ ഭയങ്കരമായിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പൈസ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുന്നത് വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ക്ലെയിം ചെയ്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര വലുതാണ്, ഭയങ്കര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് നമ്മൾ അവകാശപ്പെടുന്നു. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഗ്രീൻ വാഷിംഗ്. നമ്മൾ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആവാൻ വേണ്ടി ചെറിയൊരു കാര്യം ചെയ്തു, പക്ഷെ നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യുന്നത് ഭയങ്കര വലിയ എന്തോ ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ള രീതിയിലാണ്. സോ കമ്പനീസ് ടെൻ ടു ഗ്രീൻ വാഷ്. അപ്പോൾ ശരിക്കും അത്രയും വലിയ എൻവയോൺമെന്റൽ കോൺട്രിബ്യൂഷനും നമ്മൾ നടത്തിയിട്ടില്ല, ചെറിയൊരു ഫോർ ദ സേക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇനി ഈ ആർട്ടിക്കിൾ ഇതിനെക്കുറിച്ചല്ല. പ്രധാനമായിട്ടും ഈ ആർട്ടിക്കിളിന് ഞാൻ മേജർ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. ഇത്രയും വലിയൊരു എഡിറ്റോറിയൽ വായിച്ചിട്ട് നമുക്ക് UPSC പെർസ്പെക്റ്റീവ്, നമ്മൾ സിവിൽ സർവീസ് എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. സോ UPSC പെർസ്പെക്റ്റീവിൽ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലായതെന്ന് മാത്രമാണ് ഇതിന്റെ ടേക്ക് അവേ. ഓക്കെ, സോ ഇതിനകത്ത് പ്രധാനപ്പെട്ട പറയുന്നത് ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ലോക്കോമോട്ടീവ്സ് ആണ്. അതായത് ഇറ്റ്സ് ഹൈ ടൈം ഇലക്ട്രിഫിക്കേഷൻ കൊണ്ടുവരണം. ഇത് എഴുതിയ ആളുടെ ഇതും കൂടാണ്, അദ്ദേഹം റെയിൽവേയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും കൂടാണ്. സോ ലോക്കോമോട്ടീവ്സ്, നമ്മുടെ ഇതൊക്കെ ഉള്ളത് ബോഗീസും കാര്യങ്ങളും ലോക്കോമോട്ടീവ്സ് ഒക്കെ ഉള്ളതെല്ലാം 100% ഇലക്ട്രിഫിക്കേഷൻ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. സോ ഇത് വന്നാൽ പൊല്യൂഷൻ കുറയുമെന്നാണ് വിശ്വസിക്കുന്നത്. അതാണ് ഇവരുടെ കോണ്ടെക്സ്റ്റ്.
പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇലക്ട്രിഫിക്കേഷൻ 100% ലോക്കോമോട്ടീവ്സിൽ വേണം എന്ന് വിശ്വസിക്കുന്നത്. സോ ഇസ് ഇറ്റ് എ ഗുഡ് തിങ്? പക്ഷെ അവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദ ബിഗസ്റ്റ് പ്രോബ്ലം ഔട്ട് ഹിയർ ഇസ് കംപ്ലീറ്റ്ലി നമുക്കിവിടെ മനസ്സിലാക്കുന്നത് ഈ 100% ഇലക്ട്രിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡീസൽ എൻജിൻസ്, ഒരുപാട് ഓൾറെഡി ഓടുന്ന ഡീസൽ ലോക്കോമോട്ടീവ്സ് ഉണ്ട്. ഇതൊക്കെ വെറുതെ കളയേണ്ടി വരും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ 100% ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാനും പറ്റില്ല. സോ ഓൾറെഡി സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ ലോക്കോമോട്ടീവ്സ് ഉണ്ട്. ഇതിനെ എന്ത് ചെയ്യും? വെറുതെ കൊണ്ടേ കളയാൻ പറ്റൂ? വേറൊരു ഫണ്ണി സജഷനോട് പറയുന്നുണ്ട്, ഇതെല്ലാം ഡിസാസ്റ്റർ മാനേജ്മെന്റിന് വേണ്ടി നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ വേസ്റ്റ് ആക്കണ്ടെന്നില്ലേ? പണ്ട് എനിക്ക് തോന്നുന്നു വേറൊരു എഗ്രിമെന്റ് അനുസരിച്ചിട്ട് നമ്മളും ആഫ്രിക്കയും തമ്മിലുള്ള എഗ്രിമെന്റ് അനുസരിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ചീത്തയാവുന്ന ലോക്കോമോട്ടീവ്സ് എല്ലാം ആഫ്രിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് അവർക്ക് വേണ്ടി, അവർക്ക് അവിടെ ഉപയോഗിക്കാം, ട്രെയിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി. സോ എന്താണെങ്കിലും 100% ചെയ്യുമ്പോൾ ഇവിടെ കിടക്കുന്ന ഡീസൽ ലോക്കോമോട്ടീവ്സ് വേസ്റ്റ് ആവല്ലേ എന്ന് ചോദിക്കുന്നു. ആൻഡ് ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഈ ഇലക്ട്രിഫിക്കേഷൻ വന്ന എന്താ ഗുണം എന്ന് ചോദിച്ചു. 100% ഇലക്ട്രിഫിക്കേഷൻ വരുന്ന അതുകൊണ്ട് പ്രത്യേകിച്ച് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു തരത്തിൽ പൊല്യൂഷൻ ഷിഫ്റ്റ് ചെയ്യല്ലേ ഇത്? ഒരു തരത്തിൽ പൊല്യൂഷൻ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയല്ലേ ഇത്? എങ്ങനെയാണ് പൊല്യൂഷൻ ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? സാധാരണഗതിയിൽ നമ്മൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഇലക്ട്രിസിറ്റി നമ്മൾ വേണം. ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിലല്ലേ ഈ ഇലക്ട്രിഫിക്കേഷൻ നടക്കുള്ളൂ. ഈ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കണമെങ്കിൽ എന്തോരം കോൾ ബേസ്ഡ് പ്ലാന്റുകളാണ്, ഫയർ പ്ലാന്റുകളാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോൾ ബേസ്ഡ് പ്ലാന്റുകൾ തന്നെയാണ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യേണ്ടത്. ഇന്ത്യയിൽ അങ്ങനെ തന്നെയല്ലേ വരുന്നത്. ഒരു വലിയ പങ്ക് അത് വഹിക്കുന്നില്ല. അപ്പൊ നമുക്കങ്ങനെ പൂർണ്ണമായി എൻവയോൺമെന്റ് പൊല്യൂഷൻ നിർത്താൻ പറ്റുമെന്നും പറയാൻ പറ്റില്ല. ഇത് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യണമെങ്കിലും കോൾ കത്തിക്കണം, ഒരുപാടില്ലെങ്കിലും മേജർ ആയിട്ടെങ്കിലും കത്തിക്കണം. സോ എവിടെയാണ് എൻവയോൺമെന്റൽ? സോ ദിസ് ഇസ് ജസ്റ്റ് എ ഗ്രീൻ വാഷിംഗ് ഐഡിയ. വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി ചെറിയൊരു കാര്യം, നമ്മൾ തെറ്റായൊരു കാര്യം ചെയ്യുകയാണ്, പറയുമ്പോൾ വലിയൊരു എൻവയോൺമെന്റൽ സംഭവം ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇറ്റ്സ് റോങ് എന്നാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത്. സോ ഇതാണ് ഈ ആർട്ടിക്കിളിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിനകത്ത് നമുക്ക് പരീക്ഷയ്ക്ക് ആവശ്യമുള്ള പ്രധാന ഒരു ഏജൻസിനെ കുറിച്ച് നിങ്ങളൊന്ന് അറിയണം. വാട്ട് ഇസ് ദ ഏജൻസി കോൾഡ്? വാട്ട് ഇസ് RITES? ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ, ഗവൺമെന്റ് ഓഫ് റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചർ കൺസൾട്ടിങ് കൂടെ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണിത്. റൈറ്റ്സ് എന്ന് പറയുന്നത്, റൈറ്റ്സ് ലിമിറ്റഡ് എന്നാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത്. സോ ഐ തിങ്ക് ഐ ലോസ്റ്റ് മൈ ലൈഫ്. യെസ്, ഐ ഗോട്ട് ഇറ്റ് ബാക്ക്. ഓക്കെ, റൈറ്റ്സ് എന്നാണ് പറയുന്നത്. സോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് റെയിൽ ഇന്ത്യ ടെക്നിക്കൽ എക്കണോമിക് സർവീസ് ലിമിറ്റഡ് എന്നാണ് ഇതിന്റെ പേര്. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേര്. സോ ഓർത്ത് വെക്കുക, റെയിൽ ഇന്ത്യ ടെക്നിക്കൽ എക്കണോമിക് സർവീസ് ലിമിറ്റഡ്, അതാണ് റൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ, റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടാണിത്, ഈ കമ്പനി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ആം എന്ന് പറയുന്നത്. റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചർ, എസ്പെഷ്യലി കോച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത് തന്നെ ഇതിനകത്തുണ്ട്. ഇത് തന്നെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. ആൻഡ് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ഇസ് levy a higher GST rate on tobacco and sugar beverages. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ അത്രേ പറയുന്നുള്ളൂ, നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇപ്പോഴത്തെ സൈഡിൽ ടൊബാക്കോ ഉപയോഗിക്കുന്നുണ്ട്. ടൊബാക്കോ ഇസ് വെരി ബാഡ് ഫോർ ഹെൽത്ത്. ഒബ്വിയസ്ലി ഇറ്റ് ഇസ് വെരി ബാഡ് ഫോർ ഹെൽത്ത്. ഇപ്പോഴത്തെ നോക്കുമ്പോൾ പുകയിൽ ഉപയോഗിക്കുന്നത് ഹെൽത്ത് തെറ്റാണ്, അല്ലെങ്കിൽ അത് ഹെൽത്ത് ഇമ്പാക്ട് വളരെ മോശം നമുക്കറിയാം. ഇപ്പോഴത്തെ സൈഡിൽ പ്രധാനം പറയുന്നത് ഷുഗർഡ് ബെവറേജസ്. ഇന്ന് എവിടെ പോയാലും ഷുഗർഡ് ബെവറേജ്, നമ്മൾ ഷുഗർ ആയിട്ടുള്ള, ശരിക്കും എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ എല്ലാവരും അതിന് അൺകൺട്രോളബിളി കുടിക്കുന്നുമുണ്ട്, അറിഞ്ഞിട്ട് തന്നെയാണ് കുടിക്കുന്നത്. ഇപ്പോൾ ഷുഗർ ബെവറേജ്, നമ്മൾ പെപ്സി കോള എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം ചെറിയ കുട്ടി തൊട്ട് വലിയ ആൾക്കാർക്ക്, വയസ്സായ ആൾക്കാർക്ക് വരെ ഇഷ്ടമാണ്. അപ്പൊ ഇത് അത്ര നല്ലതല്ല എന്നുള്ളത് എല്ലാവർക്കും അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ കോൺട്രിബ്യൂട്ടിംഗ് ടു ഹെൽത്ത്, എസ്പെഷ്യലി NCD, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ, ഏറ്റവും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൽ, നമ്മുടെ ഹാർട്ട് അറ്റാക്ക്, അതേപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ടൊബാക്കോയും ഷുഗർ കെയിനും ഇത്രയും ആൾക്കാർ, ടൊബാക്കോ ഒബ്വിയസ്ലി അതൊരു അഡിക്ഷനാണ്, അത് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഷുഗർ ബെവറേജസും ഒരു തരത്തിലൊരു അഡിക്ഷനാണ്. അപ്പൊ ഇതെല്ലാം ഉപയോഗിക്കുമ്പോഴും ഇതെല്ലാം പബ്ലിക് ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് എ പോയിന്റ് ഹിയർ. ഭയങ്കരമായിട്ടാണ് പബ്ലിക് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഭയങ്കര മോശം ഹെൽത്ത് ഇമ്പാക്റ്റും ഉണ്ട്. എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഗവൺമെന്റ് കുറെ കാര്യങ്ങൾ പറയുന്നെങ്കിൽ ആൾക്കാർ ഇത് ഇപ്പോഴും മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് പറയുന്ന ഇത് ആർട്ടിക്കിൾ സജസ്റ്റ് ചെയ്യുന്ന റിജോ എം ജോൺ എന്ന് പറയുന്ന വ്യക്തി സജസ്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ ടൊബാക്കോനും ഷുഗർ കെയിനും നമുക്ക് GST വളരെ ഹൈ ആയിട്ട് വെക്കണം എന്നില്ലേ? നമുക്ക് GST വളരെ ഹൈ ആയിട്ട് വെക്കാം. ബീഡി, സിഗരറ്റ്, ഈ ഷുഗർ ഡ്രിങ്ക്സിനൊക്കെ ഭയങ്കര ഹൈ ആയിട്ട് വെച്ചാൽ, ഇതിൽ പറയുന്നുണ്ട് ആദ്യം ഏകദേശം 35% വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ തന്നെ പലരും പറയുന്നുണ്ട് ഡ്രോപ്പ് റേറ്റ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കുറഞ്ഞിട്ട്, വളരെ കുറച്ചിട്ടോ, വില കൂടിയിട്ടും ടാക്സ് കൂട്ടിയിട്ടും 35% ആയിട്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്.
ആൾക്കാർ ഇത് ഉപയോഗിക്കുന്നത് കുറഞ്ഞു, പക്ഷെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടില്ല. ഇനി പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 40% വരെ GST ടാക്സ് അടിക്കാന്നല്ലേ. ഒരു തരത്തിൽ നോക്കുമ്പോൾ ഗവൺമെന്റിന് ഒരു നല്ല വരുമാനവും കിട്ടും. ഈ പൈസ കൂടുന്നതുകൊണ്ട് ആൾക്കാർ ചിലപ്പോൾ ഇത് ഉപയോഗിക്കാണ്ടും വരും. സോ അവിടെ ഒരു പ്രധാന ചോദ്യമുണ്ട്, വാട്ട് അബൌട്ട് ദ സബ്സ്റ്റിറ്റ്യൂട്ട്സ്? വില കൂടുമ്പോൾ ഇനി ഇപ്പൊ 10 രൂപയുടെ ഒരു 10 രൂപയുടെ ഒരു ടൊബാക്കോ പ്രോഡക്റ്റ് ഉണ്ട്, അതിന് നമുക്ക് വില കൂട്ടി 70 രൂപയാക്കിയാലും ആൾക്കാരത് വാങ്ങിക്കുക തന്നെ ചെയ്യും, ഇഷ്ടപ്പെട്ടെങ്കിൽ. ഷുഗർ ഡ്രിങ്ക്സും അതേപോലെ തന്നെയാണ്. അപ്പോൾ ടാക്സ് കൂട്ടുന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം സോൾവ് ആവുമോ എന്നുള്ളത് നമുക്കറിയണം. സോ മൊത്തം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന മൊത്തം ഇതിന്റെ ടാക്സ് കൂട്ടണം എന്ന് പറയുന്നത് ഇത് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 40% of tobacco and sugar sweet beverage would enhance public health benefits while aligning the peak rate of GST law. ഗവൺമെന്റിനും ഗുണമാണെന്നാണ് പറയുന്നത്. സോ ഇതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ഐ ഹോപ്പ് യു നോ ദിസ് തിങ്. നമ്മുടെ ബേസിക് എക്കണോമിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, GST എ പ്യുവർലി ആഡ് വാലറം ടാക്സ്. എക്കണോമിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ ആഡ് വാലറം ടാക്സ്? അത് നമ്മൾ ബേസിക് എക്കോണമിയിൽ പോകുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയെടുത്താൽ ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് മെയിൻ എഡിറ്റോറിയൽ. പിന്നെ അടുത്തത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രീൻ ഹൈഡ്രോജൻ ആൻഡ് ദ ഫിനാൻസിങ് ചാലഞ്ച്. ഇപ്പൊ എല്ലാവരും എൻവയോൺമെന്റൽ ഇഷ്യൂ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഗ്രീൻ സൊല്യൂഷൻ വേണമെന്നാണ് എല്ലാവരും പറയുന്നത്. ബട്ട് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് ഇപ്പൊ എവ്രിബഡി, ഈവൻ ദ ഗവൺമെന്റ് ടോക്സ് അബൌട്ട് ഗ്രീൻ ഹൈഡ്രോജൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീൻ ഹൈഡ്രോജൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ. ഈ എക്സ്പെൻസീവ് ആവുന്നതുകൊണ്ട് തന്നെ ഇത് ശരിക്കും നല്ലൊരു ഓപ്ഷൻ ആണോ എന്നുള്ളതും കൂടെ ആൾക്കാർ ഇപ്പോൾ ദേ ആർ ആക്ച്വലി റീതിങ്കിങ് അബൌട്ട് ദ വയബിലിറ്റി ഓഫ് ഗ്രീൻ ഹൈഡ്രോജൻ. ഇൻ വാട്ട് കോണ്ടെക്സ്റ്റ് ആർ വി ഡിസ്കസിങ് ദിസ്? ഇത് വയബിൾ ആണോ, ഒരു ഓപ്ഷൻ ആണോ എന്നും കൂടെ നമ്മൾ ഇതിൽ ചിന്തിക്കുന്നുണ്ട്. ഇതിന് പറയുന്നുണ്ട്, ഇപ്പൊ പാരലൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഗ്രേ ഹൈഡ്രോജനോ അല്ലെങ്കിൽ ബ്ലൂ ഹൈഡ്രോജനോ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിനെക്കാട്ടും കോസ്റ്റ്ലി ആണ് ഗ്രീൻ ഹൈഡ്രോജൻ ഉണ്ടാക്കണമെന്ന് പറയുന്നത്. ഏകദേശം 1 കിലോ ഇതിന്ന് ഗ്രീൻ ഹൈഡ്രോജൻ എന്ന് പറയുന്നത് ഏകദേശം $5.3, $5.3 to $6.3 വേണം ഏകദേശം 1 കിലോ ഉണ്ടാക്കാൻ. മറ്റേതെന്നൊക്കെ പറയുന്നത് ഏകദേശം $1.2 ഒക്കെ മതി മറ്റേ ഗ്രേ ആൻഡ് ബ്ലൂ ഉണ്ടാക്കാൻ. അപ്പൊ ഇത്രയും ഹൈപ്പ് ഗ്രീൻ ഹൈഡ്രോജന് കൊടുക്കുമ്പോൾ ശരിക്കും ഇത് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റി നമുക്കുണ്ട്. ഇതിന്റെ കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇതിന്റെ ഇലക്ട്രോലൈസേഴ്സ് ഒക്കെ വാങ്ങിക്കണ്ടേ. ഇതായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ വേണ്ടി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇലക്ട്രോലൈസേഴ്സ്, ഇതിന്റെ കുറെ ബേസിക് ആയിട്ടുള്ള കുറെ ഇൻപുട്ട് സംഭവങ്ങളുണ്ട്. ഇതിന്റെ കോസ്റ്റും ഭയങ്കര ഹൈ ആണ്. സോ ഇതിന്റെ കോസ്റ്റ് ഹൈ ആകുമ്പോൾ ഫൈനലി ഗ്രീൻ ഹൈഡ്രോജന്റെ കോസ്റ്റും വളരെ ഹൈ ആയിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ മനസ്സിലാക്കണം. സോ അത് ഗവൺമെന്റ് ഒരുപാട് സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഗവൺമെന്റ് പറയുന്നുണ്ട് ഒരുപാട് കാര്യം. ഇപ്പോൾ ലോങ് ടേം പർച്ചേസിനൊക്കെ കുറച്ചും കൂടെ നല്ല ഇൻസെന്റീവ് കൊടുക്കണം. അതേപോലെ കുറച്ചും കൂടെ ഗ്യാരണ്ടി ലോൺ കൊടുക്കണം. ലോൺസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആക്കണം ഗ്രീൻ ഹൈഡ്രോജൻ ചെയ്യാൻ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് ദർ ഇസ് വൺ മോർ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്. സോ യെസ്, ഇത്ര തന്നെയാണ്. ഇന്ത്യ അംബീഷ്യസ് ടാർഗറ്റ് ഓഫ് 5 million മെട്രിക് ടൺസ് ഓഫ് ഗ്രീൻ ഹൈഡ്രോജൻ. ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇന്ത്യസ് അംബീഷ്യസ് ടാർഗറ്റ് 5 MMT എന്ന് പറയുമ്പോൾ മില്യൺ മെട്രിക് ടൺ ഗ്രീൻ ഹൈഡ്രോജൻ ആനുവലി 2030 ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കാര്യമല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ടേക്സ് എ ലോട്ട് ഓഫ് കോസ്റ്റ്. ഭയങ്കര കോസ്റ്റ് ആണെന്നാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് ഇതിനകത്ത് പറയാനുള്ളൊരു കാര്യം, ദർ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. വാട്ട് ഇസ് റെഗുലേറ്ററി സാൻഡ് ബോക്സ്? എന്താണ് ഈ കോൺസെപ്റ്റ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വാട്ട് ഇസ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. എന്താണ് റെഗുലേറ്ററി സാൻഡ് ബോക്സ്? അങ്ങനെ ഒരു വാക്കുണ്ട്. സോ ഐ ഡോണ്ട് നോ ഹൗ മെനി ഓഫ് യു ആർ അവെയർ ഓഫ് ദിസ്, ബട്ട് ഡെഫിനറ്റ്ലി റെഗുലേറ്ററി സാൻഡ് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതും ഇത് ചെയ്യണമെന്നാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരു പ്രൊഡക്റ്റോ ബിസിനസ് സർവീസോ എന്തെങ്കിലും മോഡലോ കാണുമ്പോൾ റെഗുലേറ്ററി സാൻഡ് ബോക്സ് എന്ന വാക്ക് കേൾക്കാറുണ്ട്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇതൊരു ഫ്രെയിം വർക്കാണ്. ഇറ്റ്സ് എ ഫ്രെയിം വർക്ക്. ഒരു ബിസിനസ്സിന് ആവശ്യമുള്ള ഒരു ഫ്രെയിം വർക്കാണ്. സേ ഇത് ടെസ്റ്റ് ചെയ്യാൻ ഇതൊരു ടെസ്റ്റിംഗ് പ്രോസസ്സാണ്. അല്ലെങ്കിൽ ഈ ഫ്രെയിം വർക്ക് ഇസ് ടു ടെസ്റ്റ് ദ ഇന്നോവേറ്റീവ് ഐഡിയ. ഈ പറയുന്ന സംഭവം എക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ഒരു തരത്തിൽ ഒരു ടെസ്റ്റിംഗ് ആണ്. അതിന്റെ ഇന്നോവേഷൻ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യം ആ പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതൊരു സർവീസോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മോഡലോ എന്തും ആവാം. ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റിംഗ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് എ റെഗുലേറ്റർ. ഒരു റെഗുലേറ്ററിന്റെ കീഴിൽ ഇതെങ്ങനെയാണ് ഈ ബിസിനസ് മോഡൽ അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബിസിനസ് സർവീസ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതിനെയാണ് നമ്മൾ റെഗുലേറ്ററി സാൻഡ് ബോക്സ് അണ്ടർ ദ റെഗുലേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ റെഗുലേറ്ററി സാൻഡ് ബോക്സ് കാണുന്നത് ഉദാഹരണത്തിന് ഫിൻടെക് കമ്പനീസ്, ഡിജിറ്റലായിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെഗുലേറ്ററി സാൻഡ് ബോക്സ് ഉണ്ട്. മെഡിക്കൽ ഡിവൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു പുതിയ മെഡിക്കൽ ഡിവൈസ് കൊണ്ടുവരികയാണ്. മെഡിക്കൽ ഡിവൈസ് കൊണ്ടുവരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ പറയും വി ഷുഡ് ഹാവ് ഒരു റെഗുലേറ്ററി സാൻഡ് ബോക്സും കൂടെ വേണം. സോ അതിൻ്റെ ടെസ്റ്റിങ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ
ചെക്ക് ചെയ്ത് നോക്കണം. സോ അതാണ് റെഗുലേറ്ററി സാൻഡ് ബോക്സ് എന്ന് പറയുന്ന വാക്ക്. സോ ഇറ്റ്സ് എ ഫ്രെയിം വർക്ക് basically to test the innovative things of the products, services, business model, etc. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഗ്രീൻ ഹൈഡ്രോജൻ കൊടുത്താൽ മാത്രം പോരാ, ഇത് കൊണ്ടുവരാൻ ഭയങ്കര പാടാണെന്നുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്. സോ ഇതിൽ ലെറ്റ്സ് ഓൾസോ അണ്ടർസ്റ്റാൻഡ്, ഇതിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്. കീ ട്രേഡ് കോറിഡോർ സച്ച് ആസ് ഹൈഡ്രോജൻ എനർജി സപ്ലൈ ചെയിൻ പ്രൊഡക്റ്റ് ബിറ്റ്വീൻ ഓസ്ട്രേലിയ ആൻഡ് ജപ്പാൻ ഷോ ഹാവ് ക്രോസ് ബോർഡർ. ഇത് കണ്ടോ, ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കാര്യമാണ്. വാട്ട് ഇസ് ഹൈഡ്രോജൻ എനർജി സപ്ലൈ ചെയിൻ പ്രൊഡക്റ്റ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഹൈഡ്രോജൻ എനർജി സപ്ലൈ ചെയിൻ പ്രൊഡക്റ്റ് ഇതാണ് ഓസ്ട്രേലിയൻ ജപ്പാൻ്റെ ഇതിലാണ്. ഇൻ ഫ്യൂ ഇയേഴ്സ് ഇന്ത്യയിലും നമുക്ക് ഒഡീഷ, മഹാരാഷ്ട്ര, ഗുജറാത്തിലും നമുക്ക് ഇതേപോലത്തെ മോഡലുകൾ കൊണ്ടുവരാൻ പറ്റും ഗ്രീൻ ഹൈഡ്രോജൻ്റെ. സോ പ്ലീസ് റിമെമ്പർ വാട്ട് ഈസ് ഹൈഡ്രോജൻ എനർജി സപ്ലൈ ചെയിൻ പ്രോജക്ട് ഓഫ് ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ. അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റ് എഡിറ്റോറിയലിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ആൻഡ് വാട്ട് ഈസ് ദിസ് പഞ്ചമസലീസ്? ഇതെന്താണ്? ഇതൊരു തരത്തിൽ ലിംഗായത്ത് ഗ്രൂപ്പാണ്. സോ കർണാടകയിലെ പ്രധാനപ്പെട്ട ശൈവ ഒരു ഗ്രൂപ്പാണ് ലിംഗായത്ത് എന്ന് പറയുന്നത്. അതിനകത്തൊരു സബ്സെക്റ്റാണ് ഈ പഞ്ചമസലി എന്ന് പറയുന്നത്. ഇവരും ടോക്കിംഗ് അബൌട്ട് അത് അവരുടെ റിസർവേഷൻ്റെ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. സോ നമുക്ക് ലിംഗായത്ത് എന്ന് പറയുന്ന വിഭാഗം അതിൻ്റെ ഒരു ഓപ്ഷൂട്ടാണ് പഞ്ചമസലി എന്ന് പറയുന്നത്. സോ ഹാവ് എൻ ഐഡിയ ഓഫ് ദാറ്റ്. ഓക്കെ. സോ പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം, ഒരു ചെറിയ എഡിറ്റോറിയലാണെങ്കിൽ പോലും, ലാക്ക് ഓഫ് ഗുഡ് ജോബ് പുഷസ് യങ് JNK വിമൻ ഇൻ ടു ദ ഫീൽഡ്സ്. ഇതിനകത്ത് പറയുന്ന വേറെ കാര്യമൊന്നുമല്ല. ദിസ് ഇസ് ബേസിക്കലി ടെല്ലിംഗ് ദാറ്റ് the women folk out here, they are not employed. They are facing high unemployment rates. ഭയങ്കര ഹൈ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്സ് ആണ് ഇവർ ഫേസ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ റീസൺ? ഇവർക്ക് ക്വാളിറ്റി ഏകദേശം കണ്ടോ 53% മുകളിലാണ്. 53.6% is the unemployment rate, which is almost 30% over the national average. അപ്പോൾ 53 എന്ന് പറയുമ്പോൾ ശരിക്കും നാഷണൽ ആവറേജ് എന്ന് പറയുമ്പോൾ 23% അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. കശ്മീരിൽ 53% സ്ത്രീകളുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ്. സോ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർക്ക് വേറെ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് ദേ ആർ ടേക്കിംഗ് ദി അഗ്രികൾച്ചർ ഫാർമിംഗ് റൂട്ട്. അവർ ബാക്ക് ടു ഫീൽഡ്സിലേക്ക് വന്നു. സോ ദിസ് ഈസ് എ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് ഡിസ്ട്രെസ് അൺഎംപ്ലോയ്മെന്റ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, എക്കണോമിക്സിലൊക്കെ നമുക്ക് ഹാവ് എൻ ഐഡിയ. സോ ദിസ് ടൈപ്പ് ഓഫ് എ സിറ്റുവേഷൻ ഇസ് കോൾഡ് ഡിസ്ട്രെസ് അൺഎംപ്ലോയ്മെന്റ്. നമുക്കതും കൂടെ ഒരു ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നോ അബൌട്ട് ദിസ് ഡിസ്ട്രെസ് അൺഎംപ്ലോയ്മെന്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളോട് ഇവിടെ ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട എഡിറ്റോറിയൽ. അപ്പോൾ ഞാൻ എന്തായാലും ആദ്യം തുടങ്ങിയത് ഇത് വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. സോ ദാറ്റ് ആ ഒരു മേജർ ഏരിയ അങ്ങ് കഴിഞ്ഞു പോയി. ഓക്കെ. സോ പിന്നെ ജാക്കിർ ഹുസൈൻ്റെ ഡെത്തിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് അഗെയിൻ പ്രൈം മിനിസ്റ്റർ മോഡി ആൻഡ് ശ്രീലങ്കൻ പ്രസിഡന്റ് ദിസനായക ആർ ഡിസ്കസിങ് മേജർ ഇഷ്യൂസ്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ദേ ആർ ഡിസ്കസിങ് എ ലോട്ട് ഓഫ് ഇഷ്യൂസ്. ഇപ്പോൾ ഉദാഹരണത്തിന് റെയിൽവേ കൊളാബറേഷൻ ഉണ്ട്, അതേപോലെ എനർജി കൊളാബറേഷൻ ഉണ്ട്. ഓൾറെഡി ദർ ഇസ് എ ലോൺ ഹാൻഡഡ് ഔട്ട്. ശ്രീലങ്ക ഈസ് എക്സ്പെക്ടിങ് എ ഹ്യൂജ് മണി ഫ്രം ഇന്ത്യ. ഒരുപാട് പൈസ കടം കൊടുക്കുന്നുണ്ട്, ലോൺ കൊടുക്കുന്നുണ്ട്. ആൻഡ് എയർപോർട്ട് ഫെസിലിറ്റീസ്, ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഇന്ത്യയായിട്ട് ട്രേഡ്, എനർജി, ലോൺ, ഫിനാൻഷ്യൽ എല്ലാ സപ്പോർട്ടും ശ്രീലങ്ക വാങ്ങിക്കുന്നുണ്ട്. ആൻഡ് ഇതിനകത്ത് വേറൊരു എയർപോർട്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. കനകേശൻ തുറൈ എയർപോർട്ട് എന്ന് പറയുന്നുണ്ട്. ദർ ഇസ് എ മെൻഷൻ ഓഫ് കനകേശൻ തുറൈ എയർപോർട്ട്. അതിനകത്ത് ഒരു മെൻഷൻ ഉണ്ട്. ഇതിലാണോ നാഷണൽ പേജിലാണോ എന്ന് എനിക്കറിയില്ല. ദർ ഇസ് ഈവൻ എ മെൻഷൻ ഓഫ് എൻ എയർപോർട്ട്. കങ്കേശൻ തുറൈ പോർട്ടാണ്. എയർപോർട്ട്, ഇറ്റ്സ് എ പോർട്ട്. സിഗ്നലിംഗ് സിസ്റ്റംസ് ആൻഡ് കങ്കേശൻ തുറൈ പോർട്ട്. അത് ഇന്ത്യ ശ്രീലങ്കയുടെ പ്രധാനപ്പെട്ട ഒരു ഡിസ്കഷന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ LNG സപ്ലൈസ് ഉണ്ട്, കോൾ പവർ പ്ലാന്റ്, അങ്ങനെ എനർജി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ, യു ക്യാൻ സി റീജിയണൽ സെക്യൂരിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, കണക്ടിവിറ്റി, എനർജി, ഫിഷർമാൻ്റെ ഇഷ്യൂസ് എല്ലാം നമ്മളും ശ്രീലങ്കയും തമ്മിലുള്ള ഇന്റർനാഷണൽ റിലേഷൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് എഴുതാൻ പറ്റും. ഓക്കെ. സോ ലീവിംഗ് അസൈഡ് പരസ്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് ഗോ ടു ദ ഡൽഹി സ്റ്റേറ്റ് പേജസ്. മറ്റു പ്രധാനപ്പെട്ട സ്റ്റേറ്റ് വാർത്ത എന്ന് പറയുന്നത്, സോ പരസ്യങ്ങളും കാര്യങ്ങളും മാറ്റിക്കഴിഞ്ഞാൽ, സോ ഇതിലും പ്രധാനപ്പെട്ട ഇറ്റ്സ് ഓൾ ആഡ് ഹിയർ. സോ യെസ്, മൂവിങ് ഓൺ. വൺ നേഷൻ വൺ പോൾ ബിൽ ത്രെട്ടൻസ് ടു. ഇതെന്ന് പറഞ്ഞാൽ നോട്ട് മെനി സ്റ്റേറ്റ്സ് ആർ ഹാപ്പി വിത്ത് വൺ നേഷൻ വൺ പോൾ ബിൽ. കാരണം ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒറ്റ ഇലക്ഷൻ ലോക്സഭ, സ്റ്റേറ്റ്സ് ഇലക്ഷൻ, അസംബ്ലിയിലെല്ലാം ഒറ്റ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് തമിഴ്നാടും കുറേ സ്റ്റേറ്റ്സുകൾ ഇതിന് ഒപ്പോസ് ചെയ്യുന്നുണ്ട്. ഇത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം തന്നെ നശിച്ചു പോകുന്നില്ലേ, സ്റ്റേറ്റ്സിന്റെ ഓട്ടോണമി പോവുകയാണ്, ഇലക്ഷനിൽ ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഇതാണ് പ്രധാനപ്പെട്ട മറ്റ് ഇതിനകത്തുള്ള വാർത്തകൾ. സോ ഗോയിങ് ഓൺ, വേറെ NHRC, അഗെയിൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. നിങ്ങൾ പോളിറ്റി പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വാർത്ത വരാറുണ്ട്. സോ യു ഷുഡ് ബി റിയലി നോയിങ് അബൌട്ട് ദിസ്. NHRC എന്താണ്, ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇത് എന്ത് ബോഡിയാണ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്, ആരാണ് ഇതിന്റെ ചെയർപേഴ്സൺ, എന്താണ് അവരുടെ എലിജിബിലിറ്റി, ഉറപ്പായിട്ട് നിങ്ങൾ നോക്കി വെക്കണം. ഇപ്രാവശ്യത്തെ പ്രിലിംസിന് പ്ലീസ് വർക്ക് ഓൺ ദിസ്. NHRC എന്താണെന്ന് കണ്ടുപിടിക്കുക.
ഒരു ദിവസം ആകെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു 4-5 കാര്യങ്ങളാണ് നിങ്ങളടുത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത്. നിങ്ങൾ അത് ശരിക്കും ഈ സെഷൻ എടുക്കുന്ന സമയത്ത് ഒരു 4-5 കാര്യം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ഈ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി റിയലി ഗുഡ്. ഓക്കെ, നിങ്ങൾ ആ ഒരു സാധനം അപ്പം തന്നെ ബെസ്റ്റ് ആവുന്നില്ലേ. സോ കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ, ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയുടെ ഭാഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺസ്റ്റിറ്റ്യൂഷൻ ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. കോൺഗ്രസ് BJP പറയുന്നത് കോൺഗ്രസ് ഗവൺമെന്റ് ഹിസ്റ്റോറിക്കലി നെഹ്റു, ഇതിനകത്ത് ഇപ്പോൾ നെഹ്റുവിനെയും വലിച്ചഴച്ചിട്ടുണ്ട്. നെഹ്റു തൊട്ട് എല്ലാവരും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ നശിപ്പിച്ചിട്ടാണുള്ളതെന്നാണ് പറയുന്നത്. അതേപോലെ കോൺഗ്രസ് ഗവൺമെന്റ് പറയുന്നത് BJP ആണ് ഇത് നശിപ്പിക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം BJP ഗവൺമെന്റും വലിയൊരു മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ പ്രിയാമ്പിളിൽ സോഷ്യലിസ്റ്റും സെക്യുലർ എന്ന് പറയുന്നത് ഹൈ ഡിബേറ്റിൽ നിൽക്കുകയാണ്. ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് ടോപ്പിക്. ഇത് ഇനി ശരിക്കും പ്രിയാമ്പിളിൽ ആവശ്യമുണ്ടോ? പിന്നീട് ആഡ് ചെയ്ത് ചേർത്താണ്. യു റിമെമ്പർ 42nd and 1976 അടിയന്തരാവസ്ഥ കാലത്ത് എമർജൻസി ആയിട്ട് സ്റ്റേറ്റിന്റെ റാറ്റിഫിക്കേഷൻ പോലും ചോദിക്കാതെ ചുമ്മാ തട്ടിക്കൂട്ടി ആഡ് ചെയ്തതാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ശരിക്കും സോഷ്യലിസം സെക്യുലറും വേണോ, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്ത ഇന്ത്യയുടെ മൊത്തം കൂടുതൽ USSRന്റെ സോഷ്യലിസം ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ അതാണ് ഇതിനകത്ത് കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. ഉൽഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, ഒരു ബാൻഡ് ഔട്ട്ഫിറ്റ് ആണ്. അസാം ലിബറേഷൻ ഫോഴ്സ് ഇതിന്റെ ഒരു ഓൾറെഡി നിങ്ങൾക്ക് അറിയായിരിക്കും. ഉൽഫ എന്ന് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബാൻഡ് ആയിട്ടൊരു ഓർഗനൈസേഷനും കൂടാണ് ഉൽഫ. സോ അത് ഓർത്ത് വെക്കാം. യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസാം. സോ അത് ഓർത്ത് വെക്കാൻ. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ബാംഗ്ലാദേശി ഫൈറ്റേഴ്സ് ഫ്രം ഓൾറെഡി നമ്മുടെ 53ാമത്തെ വിജയ് ദിവസ് നടക്കുകയാണ്. നമ്മുടെ 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ, അതിനുശേഷം ബാംഗ്ലാദേശ് ഉണ്ടായി. അപ്പോൾ അതിന്റെ വിജയ് ദിവസ് എന്ന് പറയുന്നത് ഏകദേശം നമ്മൾ 53ാമത്തെ ആനിവേഴ്സറി ആണ് നമ്മുടെ വിജയ് ദിവസ് ഇൻ ഇന്ത്യ പാകിസ്ഥാൻ വാർ 1971. അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു അമ്പലത്തിൽ ഇളയരാജനെ ഏതോ അമ്പലത്തിൽ കയറ്റിയില്ല, അവിടെ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. സോ ഇറ്റ് ഈസ് മോർ റൂമേഡ്. ഇത് ഇളയരാജനെ പറയുന്നത് അങ്ങനെയൊന്നും അല്ല. ഇളയരാജ അറിയാതെ അമ്പലത്തിനകത്ത് ഏരിയയിൽ കയറിയപ്പോൾ അവർ കയറണ്ടെന്ന് പറഞ്ഞു. വേറെ പലരും ഇതിനെ കാസ്റ്റ് ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. സീയിങ് ഇറ്റ് ആസ് എ കാസ്റ്റ് ഇഷ്യൂ. സോ അങ്ങനെ അല്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ടെമ്പിൾ എൻട്രി പ്രശ്നമില്ല എന്നില്ലേ. സോ ദർ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് പ്രധാനപ്പെട്ട പോലീസ് സെറ്റപ്പ് ഔട്ട് പോസ്റ്റ്, മാവോയിസ്റ്റിന്റെ അഗേൻസ്റ്റ് പ്രധാനപ്പെട്ട ഒരു പോലീസ് ഔട്ട് പോസ്റ്റ്, അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലീസും കൂടെ ചേർന്ന് ഔട്ട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ ദ ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര ബോർഡർ. ആൻഡ് ദിസ് ബ്രിങ്സ് us ടു വെരി ഇമ്പോർട്ടൻറ്റ്, നമുക്ക് ഇതിനകത്ത് ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്കിന്റെ പേരും കൂടെ ഉണ്ട്. പ്ലീസ് റിമെമ്പർ ഇന്ദ്രാവതി നാഷണൽ പാർക്ക്. പ്ലീസ് റിമെമ്പർ ദർ ഇസ് എ നാഷണൽ പാർക്ക് കോൾഡ് ഇന്ദ്രാവതി നാഷണൽ പാർക്ക്. ഇന്ന് ഛത്തീസ്ഗഡിലാണത്. സോ റിമെമ്പർ അബൌട്ട് ദ ഇന്ദ്രാവതി നാഷണൽ പാർക്ക്. ടൈഗേഴ്സ് ഉള്ള ഒരു സ്ഥലമാണ്. സോ അതിൻ്റെ അടുത്താണ് ഇത് വരുന്നത്. സോ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് വെയർ ഇറ്റ് ഇസ് ബീൻ ലൊക്കേറ്റഡ്. ഇതിനകത്ത് പറയുന്നുണ്ടത് ഏത് സ്ഥലം ഇന്ദ്രാവതി നാഷണൽ പാർക്കിന്റെ അടുത്താണെന്നുള്ളത് ഇതിനകത്ത് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ നോ അബൌട്ട് ദിസ്. അതാണ് ഇതിൽ മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട വാർത്ത. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ് ആൻഡ് പിന്നെ പരസ്യം. യെസ്, ബാക്കി പരസ്യവും മറ്റു കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമരാവതി ഇപ്പോൾ ഓൾറെഡി ഇതെന്താണ്, ആ AP ഗവൺമെന്റ് അപ്രൂവ്സ് 24,276 crores in അമരാവതി. ഓൾറെഡി പാർട്ടീഷൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് സ്റ്റേറ്റ്, ആന്ധ്രയും തെലങ്കാനയും 2 സ്റ്റേറ്റ് ആയതിനു ശേഷം അവർക്ക് ഹൈദരാബാദ് പോയി. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അമരാവതി ആക്കണം. സോ അമരാവതിനെ ക്യാപിറ്റൽ ആക്കണമെങ്കിൽ ഒരുപാട് ഡെവലപ്മെന്റ് വേണം. ഒരു ക്യാപിറ്റൽ സിറ്റി എന്ന് പറയുമ്പോൾ അത്രയും കാര്യങ്ങളും, അഡ്മിനിസ്ട്രേറ്റീവ് കോംപ്ലക്സ്, സ്റ്റേറ്റ് മെഷീനറി, അഡ്മിനിസ്ട്രേറ്റീവ് അപ്പാരറ്റസ്, ഇതെല്ലാം ഉണ്ടാക്കണമെങ്കിൽ അത്രയും. അപ്പോൾ എന്തായാലും അവിടുത്തെ ചന്ദ്രബാബു നായിഡു പറയുന്നുണ്ട് ഞങ്ങൾ അമരാവതിനെ വേൾഡ് ക്ലാസ് ക്യാപിറ്റൽ സിറ്റി ആക്കി മാറ്റും, ഇത്രയും കോടി രൂപ സ്പെൻഡ് ആക്കുന്നില്ലേ. സോ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ബാക്കി പൊളിറ്റിക്കൽ വാർത്തകളെല്ലാം ദർ ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ റിഗാർഡിംഗ് സുപ്രീം കോർട്ടിന്റെ ഒരു ഇന്റർവെൻഷൻ ഉണ്ട് കേരളത്തിലെ ഗോൾഡ് സ്മഗ്ലിംഗിൽ. ദേ ഹാവ് ബ്രോട്ട് ഇൻ അനദർ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ കോൾഡ് ആസ് കോഫെ പോസ. വാട്ട് ഇസ് കോഫെ പോസ ലോ? നമ്മൾ എങ്ങനെ ഒരു ആക്ട് കേട്ടിട്ടുണ്ടോ? നമ്മൾ മഹാരാഷ്ട്രയിൽ കേൾക്കുമ്പോൾ എപ്പോഴും ഓർഗനൈസ്ഡ് ക്രൈം ഒക്കെ വരുമ്പോൾ മക്കോക്ക, ദർ ഇസ് സംതിങ് കോൾഡ് ആസ് മക്കോക്ക ഇൻ മഹാരാഷ്ട്ര. ഓർഗനൈസ്ഡ് ക്രൈമിന്റെ കാര്യമൊക്കെ വരുന്ന സമയത്ത് ഇതേപോലെ ഒരു നിയമം അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഇസ് കോഫെ പോസ? കോഫെ പോസ എന്നൊരു ആക്ട് ഉണ്ട്. ഇവിടെ പലപ്പോഴും ഗോൾഡ് കേരളത്തിലേക്ക് സ്മഗിൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പല സ്ഥലത്തു നിന്നും ഗോൾഡ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞതാണ് ഇത് ഇസ് എ ടിപ്പിക്കൽ കേരള പ്രോബ്ലം. കേരളത്തിൽ പണ്ടേ ഉള്ളതാണല്ലോ ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത്. ഇവിടെ എല്ലാവർക്കും ഗോൾഡ് ഭയങ്കര ക്രേസ് ആണ്. സോ സ്വർണ്ണക്കടത്ത് കേരളത്തിൽ പുതിയ കാര്യമല്ല എന്നാണ് പറയുന്നത്. സോ കോഫെ പോസ ഒരാൾക്കെതിരെ ചാർജ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഇസ് കോഫെ പോസ? കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ആക്ട് 1974 ആണ് കോഫെ പോസ. നമ്മൾ എന്തെങ്കിലും ഇല്ലീഗലായിട്ട് സ്മഗ്ലിങ്ങോ ട്രാൻസ്പോർട്ടിങ്ങോ കൺസീലിംഗ് ഓഫ് സ്മഗിൾ ഗുഡ്സ്, ഹാർബറിംഗ് പീപ്പിൾ ഇൻ സ്മഗിൾ ഗുഡായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് കോഫെ പോസ എന്നുള്ളത്. സോ റിമെമ്പർ വാട്ട് യു മീൻ ബൈ കോഫെ പോസ.
ഒന്നും കൂടെ ഓർത്ത് വെക്കുക കോഫെപ്പോസ എന്താണെന്നുള്ളത്. കൺസർവേഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് പ്രിവെൻഷൻ ഓഫ് സ്മഗ്ലിംഗ് ആക്ട് ആണ് കോഫെപ്പോസ. സോ പ്ലീസ് റിമെമ്പർ, ഇതും കൂടെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത ഇവിടെ വായിച്ചത്. സുപ്രീം കോടതിൻ്റെ ഒരു വാർത്തയാണ്. പിന്നെ യെസ്, മറ്റ് വാർത്തകൾ എഡിറ്റോറിയൽ ഞാനിപ്പോൾ ഓൾറെഡി പഠിപ്പിച്ചത്, പിന്നെ പരസ്യമാണ്. എഡിറ്റോറിയൽ ഓൾറെഡി പഠിപ്പിച്ചതുകൊണ്ട് യു ഹാവ് എൻ ഐഡിയ. ബോത്ത് ദ പേജസ് ആർ കവേർഡ്, ഹാൻഡിൽ വെൽ. ഇനി നാഷണൽ ന്യൂസ് നോക്കുകയാണെങ്കിൽ, ഷാ മീറ്റ്സ് അഫക്റ്റഡ് പീപ്പിൾ ബൈ നക്സൽ ഇൻ പാസ്ത. നമ്മുടെ ഹോം മിനിസ്റ്റർ അവിടെ പോയിട്ട് നക്സലിസം, നമ്മൾ ഇന്നലെയും പറഞ്ഞു 2026 ആകുമ്പോൾ തന്നെ നമ്മുടെ നക്സൽ ഇഷ്യൂ നമ്മൾ അവസാനിപ്പിക്കും. സോ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് കോൾ. ഒരുപാട് ഇഷ്യൂസ് അവിടെ ഓൾറെഡി നടക്കുന്നുണ്ട്. സോ വലിയൊരു ഇഷ്യൂ അവിടെ, നക്സലിസം പതുക്കെ നമ്മൾ അവസാനിപ്പിക്കണം എന്നാണ് നമ്മൾ ഇതിലും വിശ്വസിക്കുന്നത്. 2026 ഒരു ഡെഡ് ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ ജോർജിയയിൽ ഒരു റിസോർട്ടിൽ 11 ഇന്ത്യക്കാർ മരിച്ചു എന്നാണ് പറയുന്നത്. സോ യു ക്യാൻ ടേക്ക് എൻ ഐഡിയ അബൌട്ട് ദ ജോർജിയൻ ക്യാപിറ്റൽ. അവിടെ ബിലിസി എന്നൊരു സ്ഥലമുണ്ട്, കണ്ടോ? യു ക്യാൻ സീ ദിസ് ബിലിസി. യു സീ ദിസ്. ഇവിടെ ഈ പ്രധാനപ്പെട്ട സിറ്റിയാണ്. കാർബൺ മോണോക്സൈഡിൻ്റെയും അവിടെ ഫുൾ കാസിനോ ഒക്കെ ഉള്ള സ്ഥലമാണ്. സോ ടേക്ക് എ ലുക്ക് അറ്റ് ദി പ്ലേസ്. വിച്ച് ഇസ് ദ പ്ലേസ് ഹിയർ? There were people working in this IT mission in Tbilisi. Tbilisi എന്നാണ് വായിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഡോണ്ട് നോ how it is really pronounced. നമ്മൾ ഗൂഗിളിലും അടിച്ചതൊന്നും കിട്ടുമെന്നില്ല. അവിടുത്തെ ആൾക്കാർ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ തെറ്റായ പ്രൊനൗൺസിയേഷൻ ആയിരിക്കും. ഇപ്പം അതിനൊരു ഉദാഹരണമാണ് നമ്മളിത് കിരിബാട്ടി എന്നാണ് നമ്മൾ എഴുതുന്നത്. പക്ഷേ നമ്മൾ ഇത്രയും അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിരിബാട്ടി എന്നാണ് പറയുക. പക്ഷേ ഇറ്റ് ഇസ് ആക്ച്വലി കോൾഡ് കിരിബാസ്. ഇറ്റ് ഇസ് പ്രൊനൗൺസ്ഡ് ആസ് കിരിബ. അപ്പോൾ നമ്മളിത് ബിലിസി എന്നൊക്കെ വായിക്കും, പക്ഷേ അത് എങ്ങനെയാണ് ബിലിസി ആണോ എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. സോ നോ അബൌട്ട് ദിസ് ആൻഡ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രധാനപ്പെട്ടത് ആക്ടിവിസ്റ്റ് മുധാരസ് സൺസംസ് ആഡ്. അത് പൊളിറ്റിക്കൽ വാർത്തയാണ്, നമുക്ക് കൂടുതൽ ആവശ്യമില്ല. പിന്നെ അടുത്തത് സെൻറ്റർ അലോട്ട്സ് ഈ OTT പ്ലാറ്റ്ഫോംസിനെതിരെ ഡ്രഗ് അബ്യൂസ് ഗ്ലോറിഫൈ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ സെൻറ്റർ കോഷ്യൻസ് OTT പ്ലാറ്റ്ഫോംസ് അഗെയിൻസ്റ്റ് ഗ്ലോറിഫൈങ് ഡ്രഗ്സ്. ഈ സിനിമയിൽ ഡ്രഗ്സും ആൽക്കഹോളും വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മിനിസ്ട്രി പറഞ്ഞിട്ടുണ്ട് OTT പ്ലാറ്റ്ഫോംസിന് ഹാവ് എ കോഡ് ഓഫ് എത്തിക്സ്. ഈ എല്ലാ പ്ലാറ്റ്ഫോമിനും ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടാവണം. ഷാൽ നോട്ട് ട്രാൻസ്മിറ്റ്, പബ്ലിഷ് ഓർ എക്സിബിറ്റ് എനി കണ്ടന്റ് പ്രൊഹിബിറ്റഡ് അണ്ടർ ദ ലോ ഫോർ ടൈം ബീങ്. അപ്പോൾ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള ഈ സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, ലിക്കർ, സ്മോക്കിംഗ്, ടൊബാറ്റോ ഒക്കെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുമെന്നു വെച്ചാൽ ആൾക്കാർക്ക് അത് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി ഭയങ്കര ഹൈ ആണെന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് യു നോ, ഐ സ്റ്റിൽ റിമെമ്പർ എ വെരി പോപ്പുലർ ആർട്ടിക്കിൾ ബാക്ക് ഇൻ ദ ലേറ്റ് 2000s തുടക്കത്തിലും അതിനുശേഷം വന്നൊരു പ്രധാനപ്പെട്ട, ഐ സ്റ്റിൽ റിമെമ്പർ ദി വീക്കാണോ ഇന്ത്യ ടുഡേ ആണെന്നല്ല, ഐ സ്റ്റിൽ സീയിങ് ദി ആർട്ടിക്കിൾ. ഇറ്റ് വാസ് റിട്ടൺ ഓൺ മോഹൻലാൽ, ഹൗ മോഹൻലാൽ ഇസ് മിസ്ലീഡിങ് ദ യങ് പോപ്പുലേഷൻ എന്നുള്ള രീതിയിലാണ് ആ ആർട്ടിക്കിൾ അന്ന് വന്നിരുന്നത്. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ആർട്ടിക്കിൾ. വേറൊന്നുമല്ല, ദ യൂസ് ഓഫ് ആൽക്കഹോൾ. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പ്രത്യേകിച്ച് ഈ ആൽക്കഹോൾ കുടിക്കുന്നതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം ഒരുപാട് യങ്സ്റ്റേഴ്സിന് അവർ ഉദ്ദേശിച്ച റെഫറൻസ് എന്ന് പറയുന്നത് ദേവാസുരം മൂവിയാണ്. അതിനകത്ത് ആൽക്കഹോൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എനിക്കൊന്ന് കരിക്കൊഴിച്ചിട്ട് കുടിക്കുന്നത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇറ്റ് ഇസ് അദ്ദേഹത്തിൻ്റെ മാച്ചോ ക്യാരക്ടേഴ്സ് ഒക്കെ ഈ ആൽക്കഹോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെന്നൊരു വലിയൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. സോ ദിസ് ഇൻഡയറക്ട്ലി മെന്റ് ഹൗ ഫിലിംസ് പോർട്രേ ദ സൊസൈറ്റി. അപ്പോൾ ആ കോണ്ടെക്സ്റ്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു OTT പ്ലാറ്റ്ഫോമിലും ദേ ആർ റിക്വസ്റ്റിംഗ് എ കോഡ് ഓഫ് എത്തിക്സ് ഫോർ OTT. സോ നാളെ മെയിൻസിനൊക്കെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പോയിന്റ് എഴുതാം, യു നീഡ് ടു ഹാവ് എ കോഡ് ഓഫ് എത്തിക്സ് ഫോർ ദാറ്റ്. സോ പിന്നെ അടുത്ത പ്രധാനപ്പെട്ടത് യുക്രൈൻ വാർ വിൽ ഓൾ എൻഡ് ഇൻ മോൾഡോവ മിനിസ്റ്റർ. നമ്മൾ ഇന്നലെയും കണ്ടു, ഇന്ത്യയും മോൾഡോവയും നല്ല പ്രധാനപ്പെട്ട ഒരു റിലേഷനിൽ നിൽക്കുകയാണ്. ഓൾറെഡി യുക്രൈനിൽ വാർ വന്നപ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ഗംഗയ്ക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും ഒരു രാജ്യം മോൾഡോവയാണ്. സോ മാപ്പ് ചെക്ക്, യു ഷുഡ് നോ വേർ എക്സാക്ട്ലി ഇസ് മോൾഡോവ ലൊക്കേറ്റഡ്. ഫൈൻഡ് ഔട്ട് ഇൻ ദ മാപ്പ്. ഓർത്ത് വെക്കുക. മോൾഡോ വിശ്വസിക്കുകയാണ് യുക്രൈൻ റഷ്യ വാറൊക്കെ വേണമെങ്കിൽ ശരിക്കും നെഗോസിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് പറയുന്നത്. ആൻഡ് മോൾഡോവ പീപ്പിൾ ആർ റിയലി പിസ്ഡ് ഓഫ് ബിക്കോസ് ഇവർ റഷ്യൻ ആർമിയും റഷ്യൻ ട്രൂപ്സിനെതിരെ ഭയങ്കര ഡിസിൻട്രസ്റ്റ്നെസ് കാണിച്ചിരിക്കുകയാണ്. കാരണം അവരുടെ സ്ഥലം ഇവർ എടുത്തു എന്നാണ് വിചാരിക്കുന്നത്. സോ ഇറ്റ്സ് കോൾഡ് ട്രാൻസ്നിസ്ട്രിയ. ദർ ഇസ് എ റീജിയൻ, ട്രാൻസ്നിസ്ട്രിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. സോ അത് മോൾഡോവൻ റീജിയൻ ആണ്. ഇവിടെ റഷ്യൻ ഫോഴ്സസ് വന്നത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ I think you can find this area some of the other way. It's actually എവിടെയോ ഇത് കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്നിസ്ട്രിയ എന്ന് പറഞ്ഞ സ്ഥലം ഇതിന് കാണാൻ പറ്റും. സോ ഇറ്റ്സ് ട്രാൻസ്നിസ്ട്രിയ റീജിയൻ ഓഫ് മോൾഡോവ. ഇവിടെ റഷ്യക്കാരാണ്. സോ ഈ റീജിയനൊക്കെ ചോദിക്കുമ്പോൾ എവിടെയെങ്കിലും ന്യൂസിലുണ്ടോ എന്ന് ചോദിച്ചാൽ യു ഷുഡ് ഹാവ് എ ക്ലിയർ കട്ട് ഐഡിയ. ഓക്കെ, അത് നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത് നല്ലൊരു ക്ലാരിറ്റി നമുക്ക് അവിടെ ഉണ്ടായാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ. ആൻഡ് പിന്നെ അടുത്ത പ്രധാനപ്പെട്ടത് നമ്മുടെ മെർക്കൻഡൈസ് ട്രേഡിൻ്റെ റിപ്പോർട്ടുകളാണ്. ഇതിപ്പോൾ കൂടിയും കുറഞ്ഞും വരും. ഞാൻ ഇങ്ങനത്തെ ആർട്ടിക്കിൾ വരുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളിതിപ്പോൾ പഠിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം ജനുവരി ആകുമ്പോൾ ഇത് വേറെ പോലെയാകും. സോ യു ഹാവ് നോ ഐഡിയ. ഇത് കൂടിയും കുറഞ്ഞും വരും. സോ
നമ്മൾ ഇതിനകത്ത് എപ്പോഴും നോക്കേണ്ടത്, ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് എക്സ്പോർട്ട് കുറഞ്ഞു എന്നാണ് പറയുന്നത്. എക്സ്പോർട്ട് ഹാസ് ഡിക്രീസ്ഡ്, എക്സ്പോർട്ട് കുറഞ്ഞു, നമ്മുടെ ഇമ്പോർട്ട് വല്ലാണ്ട് കൂടിപ്പോയി. എക്സ്പോർട്ട് കുറഞ്ഞു, ഇമ്പോർട്ട് കൂടി. സോ എപ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യത്തിന് ശരിക്കും പറഞ്ഞാൽ എക്സ്പോർട്ട് കൂടുകയും ഇമ്പോർട്ട് കുറയുകയും ചെയ്യുന്നതാണ് നല്ലത്. അപ്പോഴാണല്ലോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ ദർ ആർ കൺട്രീസ് ലൈക്ക് ദിസ്, ഇവിടെ ഒരുപാട് രാജ്യങ്ങളുണ്ട്, ദർ ആർ കൺട്രീസ് ലൈക്ക് ദിസ്. നമ്മൾ ഈ കൺട്രിയിൽ നിന്ന് ഇങ്ങോട്ട് സാധനം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അങ്ങോട്ട് ഒരുപാട് പൈസ കൊടുക്കണം. മറ്റേത് നമ്മുടെ സാധനങ്ങൾ നമ്മൾ മറ്റേ രാജ്യത്തിലേക്ക് കയറ്റി അഴിച്ച് വിൽക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പൈസ ഇങ്ങോട്ട് വരും, ക്രെഡിറ്റ് വരും. പൈസ ഇങ്ങോട്ട് ക്രെഡിറ്റ് ആണ് വരിക. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആണ് വരിക. നമ്മൾ കടയിൽ പോയി സാധനം വാങ്ങിക്കില്ല, പക്ഷെ നമ്മുടെ സാധനം ഇങ്ങോട്ട് വെക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് പൈസ കിട്ടും. സോ എപ്പോഴും മനസ്സിലാക്കുക, എക്സ്പോർട്ടാണ് ഒരു രാജ്യത്തിന്. UPSC എക്സ്പോർട്ട് കൂടുന്നത് തന്നെയാണ്, പക്ഷെ ഇവിടെ എക്സ്പോർട്ട് കുറഞ്ഞു, ഇമ്പോർട്ട് കൂടി എന്നാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. ഇമ്പോർട്ട് റൈസ് ചെയ്തു, പ്രധാനമായിട്ടും ഗോൾഡിന്റെ ഇമ്പോർട്ട് റൈസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഗോൾഡ് ഭയങ്കര ഡിമാൻഡിലാണ്, സോ അതുകൊണ്ട് തന്നെ ഗോൾഡിന്റെ ഇമ്പോർട്ട് കൂടി. അപ്പൊ ഇതിങ്ങനെ പറയുന്ന കുറെ സോ ദിസ് ട്രേഡ് ഡെഫിസിറ്റ്, നമ്മുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസമാണല്ലോ, നമ്മുടെ അതിന്റെ അന്തരമാണല്ലോ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു രാജ്യം എപ്പോഴും ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്ത ആ ട്രേഡ് ഭയങ്കര നല്ല. സോ നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ്, ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസം, ഇമ്പോർട്ട് കൂടി നിൽക്കുകയാണ്. സോ അപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് വൈഡനായി, ഇറ്റ് ഈസ് മോർ, എക്സ്പോർട്ടിനെക്കാട്ടും കവിഞ്ഞ് നിൽക്കുകയാണ് ഇമ്പോർട്ട്. പിന്നെ പെട്രോളിയം എക്സ്പോർട്സ്, നമ്മുടെ പെട്രോളിയം എക്സ്പോർട്സ് ഡിക്ലൈൻ ചെയ്തു. ഇങ്ങനെ കുറെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട്. അടുത്ത മാസം നോക്കുമ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും കേട്ടോ. സോ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വലിയ കാര്യം ഇതിനകത്ത് പറയുന്നില്ല. ഇത് ഒരു ഭയങ്കര വോളറ്റൈൽ, ഇറ്റ്സ് കോൾഡ് വോളറ്റൈൽ, മാറിക്കൊണ്ടിരിക്കുന്ന സംഭവം ആയതുകൊണ്ട് ഞാൻ കൂടുതൽ ഇതിനകത്തേക്ക് വരുന്നില്ല. ഇന്നലെ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ച ശേഷം നല്ലൊരു വാർത്ത വന്നിട്ടുണ്ട്. A court in Jaunpur refused to order a survey of 14th century Atala Mosque in view. ഒരു പുതിയ പള്ളിയാണ്, 14ാം നൂറ്റാണ്ടിലെ പള്ളിയാണ്. ഇറ്റ്സ് കോൾഡ് അട്ടാല മോസ്ക്. ഇതും UP-യിലാണ്. അട്ടാല മോസ്ക്, സംഭാല് കഴിഞ്ഞു, ഇനി പുതിയ അട്ടാല. സോ ജോൺപൂർ കോടതിയിൽ ഇത് കൊടുത്തിരിക്കുകയാണ്. ഈ അട്ടാല മോസ്ക് അമ്പലമായിരുന്നു എന്നാണ് പറയുന്നത്. സോ അവര് ജോൺപൂർ കോർട്ട് ഹാസ് റെഫ്യൂസ് ടു ഓർഡർ സർവേ. നമ്മൾ പറഞ്ഞില്ല, ഇങ്ങനെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ ലോവർ കോർട്ട് എന്ത് ചെയ്യും, ആദ്യം തന്നെ അവർ സർവേക്ക് ഓർഡർ ഇടും. സോ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ യു ആർ ബീങ് ബാർഡ്, യു കനോട്ട് ഇഷ്യൂ എ സർവേ ഓർ യു കനോട്ട് ഇഷ്യൂ ആൻ ഇന്ററിം ഓർഡർ. ഒരു ഓർഡറും ഇറക്കണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് സുപ്രീം കോടതി ഹാൻഡിൽ ചെയ്യുന്നതാണ് പറയുന്നത്. അത് അപ്പൊ പുതിയ കേസുണ്ട്, അട്ടാല മോസ്ക്. ഇനി അടുത്തത് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം, ഇത് ഒരു വലിയ ടേൺ ആട്ടോ. കഴിഞ്ഞ ദിവസം TM കൃഷ്ണയ്ക്ക് MS സുബ്ബലക്ഷ്മി അവാർഡ് കൊടുത്തതാണ്, ഹിന്ദുവിന്റെ കലാനിധി അവാർഡ്. സുപ്രീം കോടതി വരെ ചോദിച്ചാണ് അവാർഡ് കൊടുത്ത എന്താ പ്രശ്നം എന്നില്ലേ. പക്ഷേ ഇവിടെ പറയുന്ന പ്രധാന പ്രശ്നം, ഇവരുടെ MS സുബ്ബലക്ഷ്മിയുടെ പേരിൽ ഇപ്പൊ ഞാൻ ഹൈക്കോടതിയും പറഞ്ഞു, ഇത്രയും നാൾ കൊടുത്തു, TM കൃഷ്ണയ്ക്ക് കൊടുക്കാൻ മാത്രം എന്താ എത്ര പ്രശ്നം, കൊടുക്കാൻ പറഞ്ഞു. സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ല. പക്ഷെ സുപ്രീം കോടതി ഇപ്പൊ ഇടപെട്ടിട്ട് പറയാണ് സുബ്ബലക്ഷ്മി അവാർഡ് എന്ന് വേണമെങ്കിൽ ഷുഡ് നോട്ട് ബി കൺസിഡേർഡ് എന്ന് പറയുന്നത്. കാരണം അതെ, സുബ്ബലക്ഷ്മിയുടെ ഗ്രാൻഡ്സൺ ഇപ്പോഴും സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ദിസ് ഗായ് TM കൃഷ്ണ ഇസ് എ മ്യൂസീഷ്യൻ, ഫേമസ് മ്യൂസീഷ്യൻ. ആള് MS സുബ്ബലക്ഷ്മിനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇൻസൾട്ട് ചെയ്ത ഒരാൾക്ക് അവാർഡ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ സുപ്രീം കോടതി അങ്ങനെ പറയുന്നു. സോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റ്. ഇന്നലെ വരെ സപ്പോർട്ട് ചെയ്ത ആൾ പെട്ടെന്ന് രാവിലെ ഇപ്പം മാറി, അതാണ് വാർത്ത. ഓക്കെ, സോ അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അടുത്തത് പൊളിറ്റിക്കൽ വാർത്തകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ. കണ്ടോ, ഇന്ന് വാർ മെമ്മോറിയൽ, നമ്മുടെ വിജയ് ദിവസ് ആയതുകൊണ്ട് 1971 ബാംഗ്ലാദേശ് ലിബറേഷൻ വാർ ആയതുകൊണ്ട് എല്ലാവരും ടേക്കിംഗ് ദി ഓണർ സല്യൂട്ട് എടുക്കുകയാണ്. പിന്നെ പ്രധാനപ്പെട്ട മറ്റു വാർത്ത എന്ന് പറയുന്നത് BJP ഡിമാൻഡ്സ്. ഇത് വേറൊന്നുമല്ല, ജവഹർലാൽ നെഹ്റുയുടെ കത്തുകൾ തിരിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ലെറ്റേഴ്സ് വേർ ഈ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി 1971 വരെ ജവഹർലാൽ നെഹ്റു എഴുതിയ കത്തുകളെല്ലാം മ്യൂസിയത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷെ പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം 2008 കഴിഞ്ഞപ്പോൾ ഈ ലെറ്റർ എല്ലാം സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി, നെഹ്റുവിന്റെ കംപ്ലീറ്റ് ലെറ്റേഴ്സിന്റെ കളക്ഷൻ. അപ്പൊ ഇപ്പൊ BJP പറയാണ്, ഞങ്ങൾ ജവഹർലാൽ നെഹ്റുവിന്റെ കുറ്റമൊക്കെ പറയും, കാരണം അത് പാർട്ടിയുടെ ഭാഗമാണ്, പക്ഷേ ഹി ഈസ് എ നാഷണൽ ഐക്കൺ. ജവഹർലാൽ നെഹ്റു എഴുതിയ കത്ത് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രമാണ്. അപ്പൊ അത് വീട്ടിൽ വെക്കാനുള്ളതല്ല, തിരിച്ച് മ്യൂസിയത്തിലേക്ക് കൊടുക്കണം. എന്നിട്ട് ഇതുകൂടെ പറയുന്നുണ്ട്, ഇതിൽ പല ലെറ്റേഴ്സും ഭയങ്കര ക്ലാസിഫൈഡ് ആണ്, പല ആൾക്കാർക്കും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ജയപ്രകാശ് നാരായണൻ എഴുതിയ കത്ത്, ഫേമസ് ആയിട്ടുള്ള ഒരു BJPയോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് എഴുതിയ കത്തുകളുണ്ട്. ഈ കത്തിൽ പല കാര്യങ്ങളും ഉണ്ട്, ഇത് ക്ലാസിഫൈഡ് ആണ്, അത് പുറത്തു വരാതിരിക്കുകയാണ് ഇവർ കത്തെടുത്ത് വെച്ചെന്ന് കേസ് കൊടുക്കുന്നത്. സോ the government is demanding, it's not the government, the BJP is demanding the letters back. സോണിയ ഗാന്ധി അടുത്ത് ലെറ്റർ തിരിച്ചു തരാൻ പറയുന്നുണ്ട്. സോ ദാറ്റ് ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. അടുത്തത്
Labor committee asked center to increase minimum pension. So that brings us another important concept of നമ്മുടെ പെൻഷൻ സ്കീമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ യു ഷുഡ് ഹാവ് എൻ ഐഡിയ ഓഫ് വാട്ട് ഈസ് EPS. എംപ്ലോയീസ് പെൻഷൻ സ്കീമാണ് EPS എന്ന് പറയുന്നത്. സോ ഇത് ആഫ്റ്റർ റിട്ടയർമെന്റ് നമുക്ക് കിട്ടുന്നതാണ്. സോ ഇതിന്റെ മിനിമം ഇൻക്രീസ്, സോ മിനിമം 1000 രൂപ എന്നൊക്കെ പറയുന്നത് അതിന്റെ മിനിമം ഇൻകം, ഇൻഫ്ലേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇതിന്റെ വിലയൊക്കെ കൂടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബെറ്റർ ആക്കണം. സോ ഇതിന്റെ മിനിമം എമൗണ്ട് കൂട്ടണം. സോ വാട്ട് ഈസ് എംപ്ലോയി പെൻഷൻ സ്കീം എന്ന് പറയുന്നത്? ദിസ് റിട്ടയർമെന്റിന് ശേഷം കിട്ടുന്നതാണ്. ദിസ് ഇസ് എ കോമ്പണന്റ് ഓഫ് EPF. EPF എന്താണ്? എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട്. അപ്പോൾ പ്രൊവിഡന്റ് ഫണ്ട്, ആൻഡ് ദിസ് ഇസ് മാനേജ് ബൈ EPFO, എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ, EPFO. അപ്പോൾ ഇതെന്ന് പറയുന്നത് all members of EPS are automatically eligible for EPS. എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ എല്ലാ മെമ്പേഴ്സും ഓട്ടോമാറ്റിക്കലി എംപ്ലോയി പെൻഷൻ സ്കീമിന്റെ ബെനിഫിഷ്യറിയാണ്. അപ്പോൾ ആ പെൻഷൻ സ്കീം മിനിമം എമൗണ്ട് കൂട്ടണമെന്ന് പറയുന്നുണ്ട്. സോ പലർക്കും പെൻഷൻ കിട്ടുമ്പോൾ ഇൻഫ്ലേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് പണ്ടത്തെ പോലെ പെൻഷൻ കിട്ടിയിട്ട് കാര്യമില്ല, കുറച്ചുകൂടെ കൂട്ടണം എന്നാണ് പറയുന്നത് കാലഘട്ടം അനുസരിച്ചിട്ട്. സോ എംപ്ലോയ്മെന്റ് പെൻഷൻ സ്കീം എന്നുള്ളത് ഇൻക്രീസ് ദ 1000 മിനിമം പെൻഷൻ പെയ്ഡ് ബൈ EPFO അണ്ടർ ദ എംപ്ലോയ്മെന്റ് പെൻഷൻ സ്കീം. 1000 രൂപ മിനിമം എന്നുള്ളത് കൂട്ടേണ്ട സമയമായി എന്നാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ കോസ്റ്റ് ഓഫ് ലിവിംഗ് 2024 ഫാക്ടേഴ്സും കോസ്റ്റ് ഓഫ് ലിവിംഗ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. ഇറ്റ്സ് ടൈം ടു ഇൻക്രീസ് എന്നാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട മറ്റു വാർത്ത. ഇത് വേറൊന്നുമല്ല, ആർമി ചീഫിന്റെ അല്ലെങ്കിൽ ആർമിയുടെ മെയിൻ പെയിന്റിംഗ് ടു മനേക്ഷ സെന്റർ, നമ്മുടെ ഐക്കോണിക് പെയിന്റിംഗ് ഉണ്ട് ഈ പടം. ഇന്ത്യൻ ആർമിയും ജനറൽ നിയാസിയും ഐ തിങ്ക് നമ്മുടെ ജനറലും ലെഫ്റ്റനന്റ് ജനറലും സബ്മിറ്റ് ചെയ്യുന്ന ആ എഗ്രിമെന്റ് ഒപ്പിടുന്ന ഫോട്ടോ കണ്ടിട്ടില്ലേ? പാകിസ്ഥാൻ തോറ്റ ശേഷം ഈ ഫോട്ടോ നമ്മുടെ ജനറലും അവരുടെ ജനറലും തോറ്റത് ആ സിഗ്നേച്ചർ ഇടുന്ന ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോ ആയിരുന്നു നമ്മുടെ മെയിൻ സെന്ററിൽ, ആർമിയുടെ സെന്ററിൽ ഉണ്ടായിരുന്നു ചീഫിന്റെ. ഇപ്പം അത് മാറ്റി, ഇറ്റ് ഇസ് റീപ്ലേസ് ടു വേറൊരു പടമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ലെഫ്റ്റനന്റ് ജേക്കബ് തോമസ് വരച്ച 28th മദ്രാസ് റെജിമെന്റിൽ വരച്ച കരം ക്ഷേത്ര ഫീൽഡ് ഓഫ് ഡീഡ്സ് എന്ന് പറഞ്ഞ് ഏകദേശം ഒരു മഹാഭാരത യുദ്ധം പോലെയൊക്കെ കൃഷ്ണനെയും ചാണക്യനെയൊക്കെ പല അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ വരച്ച സാധനം മാറ്റിയതിൽ വലിയൊരു പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് മൂവിങ് ഓൺ, ഈ ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഒന്നും ജാക്കിർ ഹുസൈനെ കുറിച്ചാണ്. യുനോ ഈസ് എ ലെജൻഡറി തബ്ല പ്ലെയർ. ഇഷ്ടം പോലെ ഗ്രാമി അവാർഡ്സും അവാർഡുകളൊക്കെ ഇത്രയും പോലെ കിട്ടിയിട്ടുണ്ട്. ഈസ് ദ സൺ ഓഫ് ദ ലെജൻഡറി തബ്ല പ്ലെയർ അല്ല റഖ. അല്ല റഖയുടെ മകനാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തബ്ല പ്ലെയർ. അദ്ദേഹം ഹി വാസ് ആക്ച്വലി ഫ്രം ദ പഞ്ചാബ് ഘരാന. ഒരു സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഘരാന എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഓഫ് മ്യൂസിക് ആണ്. സോ ഹി ഈസ് ആക്ച്വലി ഫ്രം ദ ഘരാന, പഞ്ചാബ് ഘരാന, കിരാന ഘരാന, ബംഗേഷ് ഘരാന, ഓരോ സ്കൂൾ ഓഫ് തോട്ട് ആണ്. സോ ഹി ഈസ് ബേസിക്കലി ഫ്രം ദ പഞ്ചാബ് ഘരാന. ഹി ഇൻഹെറിറ്റഡ് ഫ്രം ദ പഞ്ചാബ് ഘരാന. ഇതാണ് പഞ്ചാബ് ഘരാനയിലെ ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈൽ ഉണ്ട്. ഹി ഈസ് ഫ്രം ദാറ്റ്. സോ കൂടുതലും അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. സോ ലെറ്റ്സ് ക്വിക്ലി കട്ട് ഓൺ ടു ദ ബിസിനസ് വേൾഡ് economics page. So you should have an idea about what is the concept of VDA. പുതിയ റൂൾസ് വേണമെന്ന് പറയുന്നുണ്ട് ഫോർ VDA, which means virtual digital asset. യുനോ നമുക്ക് ഏതെങ്കിലും ഇപ്പം നമുക്ക് പൈസ, നമ്മളൊരു 500 രൂപ ഒരാൾക്ക് കറൻസി കൊടുക്കുമ്പോൾ 500 രൂപയുടെ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടുകയാണെങ്കിൽ ആ 500 രൂപയ്ക്ക് ആ കടലാസ് കഷ്ണത്തിന് നമ്മൾ കൊടുക്കുന്ന ആ പേപ്പറിന് 500 രൂപയുടെ വില അതിനുള്ളതുകൊണ്ടാണ്. ശരിക്കും ഒരു കടലാസ് കഷ്ണമല്ലേ, പക്ഷെ ഒരു കടലാസ് കഷ്ണം വളരെ റെയർ അല്ല. ആ കടലാസ് കഷ്ണത്തിന് 500 രൂപയുടെ വില അതിനകത്ത് എഴുതിയതുകൊണ്ട് അതിന് 500 രൂപയുടെ വാല്യൂ ഉണ്ട്. അപ്പോൾ വെർച്വൽ ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വാല്യൂ ഒക്കെ വരുന്നത് ഇറ്റ് ഈസ് ഇലക്ട്രോണിക്കലി സ്റ്റോർഡ് ആണ്. അതേപോലെ ട്രാൻസ്ഫറബിൾ ആണ്. ഇതിന്റെ വാല്യൂ ഇലക്ട്രോണിക്കലി സ്റ്റോർഡ് ആണ്. ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ ആൻഡ് ട്രേഡബിൾ, ഡിജിറ്റലി ട്രേഡബിൾ ആണ്. അങ്ങനത്തെ കാര്യത്തിനെയാണ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ് എന്ന് വിളിക്കുന്നത്. വിച്ച് ക്യാൻ ബി സ്റ്റോർഡ് ഇലക്ട്രോണിക്കലി, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ട്രേഡഡ് ഡിജിറ്റലി. ഇതിന്റെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയുന്ന ക്രിപ്റ്റോ കറൻസിയാണ്. സോ ക്രിപ്റ്റോ കറൻസി ഈസ് വൺ ഇമ്പോർട്ടൻറ്റ് എക്സാമ്പിൾ ടു ബി സൈറ്റഡ്. ക്രിപ്റ്റോ കറൻസി, അതേപോലെ NFT, നോൺ ഫഞ്ചിബിൾ ടോക്കൺ. UPSCക്ക് പ്രിലിംസ് ചോദിച്ച ചോദ്യമാണ്, വാട്ട് ഇസ് NFT, നോൺ ഫഞ്ചിബിൾ ടോക്കൺ എന്ന് പറയുന്ന കാര്യങ്ങൾ. അങ്ങനത്തെ കുറേ പിന്നെ കറൻസീസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ പുതിയൊരു നിയമം കൊണ്ടുവരണം എന്നാണ്. ഈ വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് ഒക്കെ ഉപയോഗിക്കുന്നതിന് ഒരു പ്രത്യേക നിയമം കൊണ്ടുവരണം. ആൻഡ് ഈ VDA എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പല നിയമങ്ങളായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. ഉദാഹരണം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് വഴി കണക്ട് ചെയ്യണം, കാരണം ഒരുപാട് പൈസ ഇതുവഴി വെട്ടിക്കാം. അതേപോലെ തന്നെ IT ആക്ട്, ഇന്ത്യയുടെ IT ആക്ടും അതേപോലെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ എല്ലാ നിയമങ്ങളും ഇതിനകത്ത് കൊണ്ടുവരണം എന്നാണ് പറയുന്നത് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ്. സോ നമ്മൾ എന്താണ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്ന് മനസ്സിലാക്കിയല്ലോ. ഇങ്ങനത്തെ കുറേ അസറ്റ്സിനെയാണ് VDA. അതുകൊണ്ട് തന്നെ ദേ ആർ ബോർഡർലെസ് ആൻഡ് നീഡ് ഇന്റർനാഷണൽ കൊളാബറേഷൻ. നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇന്റർനാഷണൽ കൊളാബറേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ഹാവ് എൻ ഐഡിയ അബൌട്ട് ദാറ്റ്.
സോ പിന്നെ അടുത്തത് ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഈസസ് ഇൻ നവംബർ. ഓവറോൾ ഇൻഫ്ലേഷൻ ഇതിനകത്ത് പറയുന്നത് ഇൻഫ്ലേഷൻ കുറഞ്ഞു എന്നാണ്. WPI ഹോൾസെയിൽ നമ്മളെപ്പോഴും ഇൻഫ്ലേഷന്റെ വിലക്കയറ്റം നോക്കുമ്പോൾ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത് CPI ആണ്, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് WPI ഹോൾസെയിൽ ഫുഡ് ഇൻഫ്ലേഷൻ ആണ്. ഇതെന്ന് പറയുന്നത് CPI എന്ന് പറയുന്നത് കൂടുതലും റീറ്റെയിൽ ലെവൽ എന്ന് കാണുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്ന ഒരു ലെവലിലാണ് നമുക്കിതിനകത്ത് കൂടുതലും നമുക്കിതിന് ഇൻഫർമേഷൻ കിട്ടുക. സോ ദിസ് ഇസ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഹോൾസെയിൽ ലെവലിലാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 1.89% ഇൻഫ്ലേഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഫുഡ് ഇൻഫ്ലേഷൻ ഇതിൽ പറയുന്നുണ്ട്, ഫുഡ് ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ വെജിറ്റബിൾ പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്, ഫുഡ് ഇൻഫ്ലേഷൻ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ പൊട്ടറ്റോന്റെ ഇൻഫ്ലേഷൻ വലിയ കണ്ടോ, പൊട്ടറ്റോ കാണിക്കുന്നുണ്ട്. പൊട്ടറ്റോന്റെ വില ഭയങ്കര ഹൈ ഇൻഫ്ലേഷൻ ആണ്. പൊട്ടറ്റോ ഇൻഫ്ലേഷൻ വളരെ ഹൈ ആണെന്നാണ് പറയുന്നത്. സോ ഇത് വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഐ വോണ്ടഡ് ടു, എന്തായാലും ഇത്രയും പഠിപ്പിച്ചപ്പോൾ ഒരു എക്സ്ട്രാ പോയിന്റ് എന്ന രീതിയിൽ ഹാവ് എൻ ഐഡിയ റിഗാർഡിംഗ് ദിസ്. നമ്മൾ WPI CPI എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ടത്, CPI എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്. നമ്മൾ കൺസ്യൂമേഴ്സിന്റെ ലെവലിലാണ് നമ്മളൊക്കെ സാധനം വാങ്ങിക്കുന്ന. ഹോൾസെയിൽ എന്ന് പറയുന്നത് ഒരു ഹോൾസെയിൽ ലെവലാണ്, അത് റീറ്റെയിൽ, അത് ഹോൾസെയിൽ ലെവലിലാണ്. പിന്നെ കൂടുതലും ഇവിടെ കൂടുതലും കൺസ്യൂമർ പ്രൊഡക്ട്സും സർവീസ് ഒക്കെ ഉണ്ട്. ഇവിടെ കൂടുതലും ഹോൾസെയിലിൽ കൂടുതലും പ്രൊഡ്യൂസർ ഗുഡാണ്. WPI കൂടുതലും പ്രൊഡ്യൂസർ ഗുഡാണ്. ഇവിടെ കൂടുതലും കൺസ്യൂമർ ഗുഡ്സും സർവീസസും ഉണ്ട്. സോ ഇവിടെ നമുക്ക് സർവീസസ് അളക്കാൻ പറ്റും. ഇവിടെ അങ്ങനെ സർവീസസ് ഇല്ല, കംപ്ലീറ്റ്ലി ഗുഡ്സ് മാത്രമാണ്. കൂടുതലും പ്രൊഡ്യൂസർ ഗുഡ്സ് ആണ്. സോ ഇവിടെ നമുക്ക് RBI ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം CPI ആണ്, റീറ്റെയിൽ ഇൻഫ്ലേഷൻ. ഇവിടെ കൂടുതലും ഒരു ബിസിനസ് ഡിസിഷൻ ഒക്കെ എടുക്കാൻ വേണ്ടിയാണ്, മാർക്കറ്റിന്റെ ബിസിനസ് ഡിസിഷൻ ഒക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് WPI ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റേത് കൂടുതലും RBI കൂടുതലും CPI ആണ് കൂടുതലും നോക്കുന്നത്. സോ ആ ഒരു വ്യത്യാസം കൂടെ നിങ്ങൾ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇറ്റ്സ് റിയലി ഗുഡ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. ആൻഡ് മൂവിങ് ഓൺ, CAG RAPS ONGC, CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്രാവശ്യം ONGCയിലും നാഷണൽ ഹൈവേ അതോറിറ്റിയിലും ഒരുപാട് ഡിസ്ക്രിപ്പൻസി ഉണ്ടെന്നാണ്, അക്കൗണ്ടിങ്ങിൽ ഒരുപാട് തിരിമറി ഉണ്ടെന്നാണ് CAG റിപ്പോർട്ട് പറയുന്നത്. ONGC ആൻഡ് NHAIൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ US കേസ് അഗെയിൻസ്റ്റ് അദാനി അപ്പിയർ സ്ട്രോങ് ബട്ട് എക്സ്ട്രഡിഷൻ. ഇപ്പോൾ അദാനിയുടെ കാര്യം എങ്ങനെയാണെന്നുള്ള മറ്റു കാര്യങ്ങളാണ് ഇന്നത്തെ. സോ മച്ച് ഓഫ് ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് ദിസ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. സ്വിറ്റ്സർലൻഡ് നിക്സിംഗ് MFN സ്റ്റാറ്റസ് വോൺ എഫക്ട് EFTA. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇന്നലെ പഠിപ്പിച്ച കാര്യമാണ് DTAA, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചതാണ്. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു സ്ഥലത്ത് ടാക്സ് ചെയ്താൽ മതി. ഞാൻ തന്ന എക്സാമ്പിൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ US ജോലി ചെയ്യുന്നു, ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ US വർക്ക് ഫ്രം ഹോം ജോലി ചെയ്യുന്നത്. നമ്മുടെ ശമ്പളം ഡോളറിലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ റുപ്പിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അമേരിക്കയിൽ ശമ്പളം കിട്ടുമ്പോൾ ഇവിടെയും ടാക്സ് ചെയ്യും, ഇന്ത്യയിൽ ശമ്പളം കിട്ടുമ്പോൾ ഇവിടെയും ടാക്സ് ചെയ്യും. സോ ആകെ കിട്ടുന്ന കുറച്ച് പൈസ അത് കംപ്ലീറ്റ്ലി ടാക്സ് ചെയ്യുമ്പോൾ ഡബിൾ ടാക്സേഷൻ പാടില്ല. അതിന് പല രാജ്യങ്ങളും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. അതാണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ്. ഞാൻ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് വീഡിയോ എടുത്ത് നോക്കിയാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. MFN എന്ന സെൻസ് മോസ്റ്റ് ഫേവേർഡ് നേഷൻ. ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ്, ഇപ്പോൾ സുപ്രീം കോടതി പ്രധാന വിധി വന്നതിന് ശേഷം ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് നമ്മുടെ MFN സ്റ്റാറ്റസും ഇത് ഇല്ല, അപ്പോൾ ഇന്ത്യ ആയിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ സ്വിറ്റ്സർലാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ കമ്പനികൾക്ക് ഭയങ്കര ഹൈ ടാക്സ് ആയിരിക്കും. ബന്ധം വഷളായി എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് EFTA ഡീലിനെ എഫക്ട് ചെയ്യില്ലെന്നാണ് പറയുന്നത്. സോ വാട്ട് ഈസ് ദിസ് കോൺസെപ്റ്റ് ഓഫ് EFTA ഡീൽ? നമ്മുടെ EFTA ഡീലിനെ എഫക്ട് ചെയ്യില്ലെന്നാണ് പറയുന്നത്. സോ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷന്റെ ഡീലാണ്. 4 പ്രധാനപ്പെട്ട രാജ്യങ്ങളാണ് EFTAയിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് കാണാനുള്ളത്. സോ 1 is സ്വിറ്റ്സർലാൻഡ്, പ്രധാനപ്പെട്ട സ്വിറ്റ്സർലാൻഡ്. 2 ഐസ്ലൻഡ്, അതേപോലെ തന്നെ ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറഞ്ഞ രാജ്യം, അതേപോലെ നോർവേ. ഈ 4 രാജ്യങ്ങളാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷന്റെ ഭാഗങ്ങൾ. ഇവരായിട്ട് നമുക്ക് ഇന്ത്യയും ഇവരും തമ്മിൽ നമുക്കൊരു ടെപ്പ ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ടെപ്പ. നമ്മളും അവരും തമ്മിൽ സൈൻ ചെയ്തതാണ് ടെപ്പ. വാട്ട് യു മീൻ ബൈ ടെപ്പ? ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ്. സോ അതാണ് ടെപ്പ, ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ആണ്. സോ നമ്മുടെ ഈ ഇന്ത്യ EFTA ഡീൽ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെപ്പ വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇമാജിൻ $100 billion ആണ് EFTA കൺട്രീസ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇന്ത്യ മഹാരാജ്യത്തിലേക്ക് ഇത്രയും പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യും EFTAയുടെ ഭാഗമായി ഈ രാജ്യങ്ങൾ. പക്ഷേ ഇതിന് മാറ്റം, സ്വിറ്റ്സർലൻഡ് ഇതിന്റെ ഭാഗമാണ്, പക്ഷേ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആൻഡ് അതേപോലെ ദേ ആർ ട്രൈങ് ടു ക്രിയേറ്റ് 1 million ജോബ്സ്. സോ ഇത്രയും വലിയൊരു സംഭവം സ്വിറ്റ്സർലാൻഡായിട്ട് ബന്ധം മോശമായതുകൊണ്ട് മാത്രം നമ്മൾ പിൻവലിക്കില്ല എന്നാണ് ഇതിന് പറയുന്നത്. സോ ഇറ്റ് വോണ്ട് ബി അഫക്റ്റഡ് എന്നാണ്. സോ ദാറ്റ് ഈസ് ദ സമ്മറി ഇൻ ദിസ്. സോ മൂവിങ് ഓൺ ടു ദി ഇന്റർനാഷണൽ ന്യൂസ്.
സിറിയ മസ്റ്റ് ഹാവ് ക്രെഡിബിൾ ഇൻ ട്രാൻസിഷൻ സെറ്റ് ജോലാനി. സിറിയൻ ഇഷ്യൂ വളരെ ഇതാണ്, സിറിയൻ ക്രൈസിസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. ആൻഡ് അതേപോലെ തന്നെ കണ്ടോ, ഇന്നും ഗാസയിൽ 10 പേരെങ്കിലും മരിച്ചു. എവറി ഡേ വി സി മിനിമം 20, 15 to 30 people die every day in Gaza. I'm still wondering why are they not stopping it actually. So Bishop faced to quit after new sex abuse scandal. ഇപ്പോൾ പള്ളിയിലെ ഈ പോപ്പിന്റെ ഇതിന് താഴെയുള്ള ഒരുപാട് ചേർച്ചിന്റെ കാര്യങ്ങളിൽ പണ്ട് തൊട്ടേ ഉള്ളതാണ് ഈ സെക്സ് അബ്യൂസ് കേസുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. പോപ്പ് ഒരുപാട് പ്രാവശ്യം മാപ്പ് പറഞ്ഞിട്ടുമുണ്ട്. സോ സ്റ്റിൽ ഇറ്റ് കണ്ടിന്യൂസ് ചേർച്ചിന്റെ കാര്യത്തിൽ. ബാംഗ്ലാദേശ് ഇലക്ഷൻ ലൈക്ലി 2025 ഏർലി 26 ഇടയിലാണ് എന്നാണ് പറയുന്നത്. സോ ഇത് നമുക്ക് മനസ്സിലാക്കുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ബാംഗ്ലാദേശിലെ പണ്ട് ഷെയ്ഖ് ഹസീന ആയിരുന്നു ഭരിച്ചിരുന്നത്. അവിടുത്തെ കംപ്ലീറ്റ് ഭരിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഷീ ഈസ് നോട്ട് എ ഡിക്റ്റേറ്റർ ബട്ട് ഷീ വാസ് എ കൈൻഡ് ഓഫ് എ ഡിക്റ്റേറ്റർ. അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ സമയത്ത് അവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടെ ഷെയ്ഖ് ഹസീനെ കംപ്ലീറ്റ്ലി പുറത്താക്കി ഓവർത്രോ ചെയ്തു. ഷെയ്ഖ് ഹസീന ഇന്ത്യ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തു. ഇപ്പോൾ അവിടുത്തെ ഒരു കെയർ ടേക്കർ ഗവൺമെന്റ് ആണ്, ദാറ്റ് ഈസ് ഹെഡഡ് ബൈ മുഹമ്മദ് യൂനിസ്, ഹു ഇസ് ദി ഫോമർ എക്കണോമിക്സ് നോബൽ പ്രൈസ് വിന്നർ ആണ്. മൈക്രോ ഫിനാൻസ് എന്ന ആശയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു വലിയ എക്കണോമിസ്റ്റും കൂടാണ്. സോ ഐ മീൻ ഐ ഡോണ്ട് തിങ്ക് വെദർ ഹി വാസ് എൻ എക്കണോമിസ്റ്റ് ഓർ നോട്ട്, പക്ഷേ എന്തായാലും ഹി പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദാറ്റ്. ആ നോബൽ സമ്മാനം കിട്ടുകയും ചെയ്തു. സോ അവിടെ ഇനി പുതിയ ഇലക്ഷൻ വരാൻ പോകുന്നത് 2025 എന്നാണ് പറയുന്നത്. കണ്ടോ, ജർമ്മനി സെറ്റ് ഫോർ സ്നാപ്പ് പോൾസ് ആസ് ഒലാഫ് സ്കൂൾസ് ഗവൺമെന്റ് കൊളാപ്സ്. സോ ഉണ്ടോ, അവിടെയും അവർ സ്നാപ്പ് പോൾസിൽ പോകുന്നുണ്ട്. ദേ ആർ ഓൾസോ ഗോയിങ് ഫോർ സ്നാപ്പ് ഇലക്ഷൻ. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? അവരും ഇലക്ഷന് മുന്നേ ഉള്ള ഡേറ്റിൽ തന്നെ ഇലക്ഷൻ വിളിക്കാൻ പോവുകയാണ്, സ്നാപ്പ് ഇലക്ഷൻ. സോ മെയിൻസിനൊക്കെ ചോദിക്കാം GS പേപ്പർ സ്നാപ്പ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഹാവ് എൻ ഐഡിയ. ഇനി പ്രധാനപ്പെട്ട സൈക്ലോൺ ആണ്. സോ ദിസ് ഇസ് ആക്ച്വലി ഇൻ എ പ്ലേസ് കോൾഡ് മയോട്ടെ. ഇതൊരു ഫ്രഞ്ച് സ്ഥലമാണ്, ഇന്ത്യൻ ഓഷ്യനിലുള്ള ഒരു ഫ്രഞ്ചിന്റെ താഴെ വരുന്ന ഒരു ചെറിയ സ്ഥലമാണ് ഈ മയോട്ടെ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് സൗത്ത് ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക. ഈസ്റ്റ് ആഫ്രിക്കയുടെ സൈഡിലാണ് മയോട്ടെ. മാപ്പിൽ നമുക്ക് നോക്കേണ്ടതാണ്. വേറെ മയോട്ടെ, അവിടെ സൈക്ലോൺ വന്നിട്ടുണ്ട്. സോ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സോ ഇനി അടുത്ത വാർത്ത ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. സോ കീപ് വാച്ചിങ് IAS Factor ആൻഡ് ദിസ് ഇസ് അർജുൻ ആർ ശങ്കർ. താങ്ക് യു സോ മച്ച്.